الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رحمة للعالمين وعلى آله وأصحابه أجمعين الله ربنا ومحمد زعيمنا والقرآن دستورنا والجهاد في سبيل الله على أماننا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സമാദരണീയരായ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ, അതിരകം ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഓഫീസ് ഉദ്ഘാടനത്തിന്റെയും KMCC അതിരകം കമ്മിറ്റിയുടെ 1ാം വാർഷിക മുഹൂർത്തത്തിന്റെയും ഈ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട അബൂഞ്ഞി സാഹിബ് അവർകളെ, പ്രിയപ്പെട്ട PK സലീം സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ ഈ പ്രദേശത്തെ പാർട്ടിയുടെ നേതാക്കൾ, ഇതിന്റെ ഈ സമ്മേളനത്തിന്റെ സംഘാടകർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഗുണകാംക്ഷികളും അഭ്യുദയകാംക്ഷികളുമായ സഹോദരന്മാർ, എല്ലാവർക്കും ആത്മാർത്ഥമായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ ആവേശകരമായ ഒരു സമ്മേളനമാണ് നിങ്ങളുടെ ഈ അതിരകം ശാഖയിൽ ഇവിടെ നടക്കുന്നത്. ഞാൻ പലപ്പോഴും മലപ്പുറത്തെ പുറത്തുള്ള പരിപാടികളിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സമ്മേളനത്തെക്കുറിച്ചൊരു ധാരണയുണ്ടാകും. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രം എന്ന അർത്ഥത്തിൽ മലപ്പുറത്തിന് പുറത്ത് നമുക്ക് സങ്കല്പിക്കാവുന്ന ഒരു വലുപ്പം. ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നിപ്പോയി, ഒരുപക്ഷെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ പൊന്നാപുരം കോട്ട പോലെ ഹരിത രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലമായ മലപ്പുറത്തെ ഒരു ഗ്രാമത്തെ കണ്ണൂരിൽ പറിച്ചു നട്ട പോലെ ഈ അതിരകം ശാഖയിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എത്ര വലിയ ആഹ്ലാദത്തോടെയാണ്, എത്ര വലിയ ആവേശത്തോടെയാണ് ഈ സമ്മേളനം, ഇത്തരം പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്നത് ഇതിന്റെ കെട്ടും മട്ടും കാണുമ്പോൾ നമുക്ക് ബോധ്യമുള്ള വിഷയമാണ്. പ്രത്യേകിച്ചും കണ്ണൂരിൽ ഇങ്ങനെ പാർട്ടി സംഘടിപ്പിക്കുക, നമ്മുടെ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, ഇവിടുത്തെ സംഘർഷത്തിന്റെ സന്ദർഭം, അതൊക്കെ പരിശോധിക്കുമ്പോൾ ഏറെ ശ്രമകരമായ ദൗത്യമാണ്. മലപ്പുറത്ത് അതിനുള്ള കാലാവസ്ഥയുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്, മണ്ണൊരുങ്ങി നിൽക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ അവിടെ കാണുന്ന സന്നാഹങ്ങളെക്കാൾ ഏറ്റവും വിലപ്പെട്ട അർത്ഥത്തിൽ ഈ പ്രദേശത്തെ പാർട്ടി പ്രവർത്തകരുടെ ആവേശത്തെയും അവരുടെ ആത്മാർത്ഥതയെയും നമുക്ക് കാണേണ്ടി വരും. സാഹചര്യങ്ങളും അന്തരീക്ഷവും അനുകൂലമായി നിൽക്കുന്നിടത്ത് പാർട്ടിയുടെ പതാക നാട്ടാൻ എളുപ്പമാണ്. പക്ഷേ എല്ലാ അർത്ഥത്തിലും വിയോജിക്കുന്നവനോട് കത്തി നീട്ടി നിൽക്കുന്ന, ഒരുപക്ഷെ തന്റെ ജീവിതം തന്നെ അരപ്പട്ടയിൽ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് സൂക്ഷിച്ചതിന്റെ പേരിൽ, MSFന് സിന്ദാബാദ് വിളിച്ചതിന്റെ പേരിൽ, യൂത്ത് ലീഗിന്റെ ജാഥയിൽ അംഗമായതിന്റെ പേരിൽ തന്റെ ജീവൻ തന്നെ പൊലിഞ്ഞേക്കാവുന്ന ഏറ്റവും സംഘർഷകരമായ ഒരു അന്തരീക്ഷമാണ് ഇത്തരം മേഖലകളിൽ എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരിടത്ത് മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ആണുങ്ങൾക്ക് പറഞ്ഞ കാര്യമാണ്. ഒഴുക്കിനൊപ്പം പോകുന്ന ചപ്പുചവറുകളെ പോലെ ചണ്ടി സമാനമായി നട്ടലില്ലാത്ത ഒരു ആൾക്കൂട്ടമായിരുന്നു നമ്മുടെ പ്രദേശങ്ങളിലെങ്കിൽ, ഈ പ്രദേശത്തെ ജയരാജന്മാരടക്കമുള്ള പാർട്ടി തമ്പുരാക്കന്മാരുടെ പിന്നിലെ വഞ്ചനയുടെ ചരിത്രമുള്ള ചെങ്കൊടി പിടിക്കാൻ ഇവിടുത്തെ ആൾക്കൂട്ടം പോകുമായിരുന്നു. പക്ഷേ ഗോത്ര സമാനമായ ഗോത്രമൂപ്പന്മാരെ പോലെ കണ്ണൂരിലെ പാർട്ടി നേതാക്കന്മാർ പെരുമാറുമ്പോ നിങ്ങളുടെ ഗോത്രമുഷ്കിന്റെ, നിങ്ങളുടെ കാട്ടു സംസ്കാരത്തിന്റെ ഈ കടാരിത്തുമ്പ് ഞങ്ങൾക്ക് പുല്ലാണ്, ഞങ്ങൾ ജീവനോളം സ്നേഹിക്കുന്ന അർദ്ധചന്ദ്ര താരാങ്കിതമായ പച്ചപ്പതാക 1000 കത്തികൾക്ക് മുമ്പിലും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് ആവേശത്തോടെ പറയുന്ന ജില്ലയാണ് കണ്ണൂരിലെ മുസ്ലിം ലീഗ് പാർട്ടി പ്രവർത്തകർ, യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകർ, MSFന്റെ ചെറുപ്പക്കാർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ ഒരു 100 പ്രവർത്തകന്റെ കരുത്ത് കണ്ണൂർ ജില്ലയിലെ ഒരു മുസ്ലിം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ, MSFന്റെ ചെറുപ്പക്കാരനുണ്ട് എന്നുള്ളത് ഞാൻ ഭംഗിവാക്കായി പറയുകയല്ല. അത്തരം ഒരു ഘട്ടത്തിലാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമ്മേളനം. പരിപാടി കഴിഞ്ഞിട്ട് ഈ ഓഫീസ് നമ്മുടെ സ്വന്തം ഇവിടെ നടക്കുന്ന ഈ സമ്മേളനം പാർട്ടി ആസ്ഥാനത്തിന്റെ ഒരു കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കൂടി നടക്കുന്ന സന്ദർഭമാണ്. ഞാൻ ഇവിടുത്തെ സംഘാടകരോട് ചോദിക്കുകയായിരുന്നു, ഇതൊരു വാടക കെട്ടിടത്തിന്റെ മുകളിൽ നമ്മൾ തൽക്കാലമായി വെച്ചുകെട്ടിയ ബോർഡിന്റെ ഒരു ഓഫീസാണോ എന്നാ ചോദിച്ചത്. പ്രിയപ്പെട്ട അബൂഞ്ഞിക്കയും ഇവിടെ പ്രിയപ്പെട്ട MP-യും അടക്കമുള്ള നേതാക്കൾ പറയുന്നു, സ്വന്തമായി സ്ഥലം വാങ്ങി നമ്മൾ ഉണ്ടാക്കിയ നമ്മുടേതായ ആസ്ഥാനമാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ് നാട് മുറിക്കുന്നതോടുകൂടി അതിരകം മേഖലയിലെ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായി ഇവിടെ തുറക്കാൻ പോകുന്നത്. ഒരു ഗ്രാമത്തിൽ മുസ്ലിം ലീഗിന്റെ ആഫീസ് തുറക്കുക എന്നുള്ളത് ഇത് ഒരു കവലയോ ഒരു അങ്ങാടിയോ അല്ല. എന്നാലും ഈ സമ്മേളനത്തെ വീക്ഷിക്കാൻ ഒരുപക്ഷെ മുസ്ലിം ലീഗ് പാർട്ടിയിൽ അംഗമായി പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്ത് ലീഗിന്റെ കമ്മിറ്റി ഘടനയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കേഡർമാരുണ്ടാകും. അതോടൊപ്പം അങ്ങനെയില്ലാത്ത അനുഭാവികളായ ആളുകൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ ലീഗിന് വോട്ട് ചെയ്യണമെന്നില്ല. മുസ്ലിം ലീഗിനെ നോക്കിക്കാണുന്നു, അവർ ഈ പാർട്ടിയുടെ നന്മയെ നോക്കിക്കാണുന്നു, അവർ ഗുണകാംക്ഷികളാകാം. അത്തരത്തിൽ പൊതുജനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആരെങ്കിലും ഈ സമ്മേളനത്തിൽ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഇത്തരം സമ്മേളനങ്ങൾ ഇതേ സമയം ഇവിടെ പ്രക്ഷേപണം ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ കേൾക്കുന്ന കൂട്ടത്തിലും അത്തരം ആളുകളുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്കായി ഞങ്ങൾ പറയുകയാണ്, ഒരു പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ ഓഫീസ്, അതിന്റെ ആസ്ഥാനം തുറക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ആ ആസ്ഥാനത്തിന്റെ നിർവചനം? ബഹുമാന്യരായ പാർട്ടിയുടെ നേതാക്കൾ വേദിയിലിരിക്കെ അതിരകം ശാഖയുടെ ആസ്ഥാന കേന്ദ്രത്തിന്റെ മനോഹരമായ ഉദ്ഘാടന കർമ്മം ഈ സുന്ദരമായ സായം സന്ധ്യയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഒരു ശക്തിക്കും പിടിച്ചു കെട്ടാൻ കഴിയാതെ സകലമാന എതിരാളികളെയും എന്റെ ഒരു രാത്രിയുടെ വില 500 രൂപയാണ് എന്ന് പറഞ്ഞ കോഴിക്കോട്ടെ തെരുവ് വേശ്യയെ ഉയർത്തിക്കാട്ടി കാലുവെട്ടാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിന്റെ രാഷ്ട്രീയ തിരുമുറ്റത്ത് നെറ്റിപ്പട്ടം ചുറ്റിയ ഗജവീരനെ പോലെ പ്രതിപക്ഷ ഉപനേതാവിന്റെ കസേരയിലുണ്ട്. പ്രിയപ്പെട്ട പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്ന ധീരനായ നമ്മുടെ നേതാവ്. അദ്ദേഹം ഏതാനും സമയത്തിനകം ഇവിടെ എത്തുമെന്ന് നാം പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ ഇവിടെ തുറക്കാൻ പോകുന്ന ഈ ആസ്ഥാന കേന്ദ്രം അതെന്തിനു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാകണം? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് എന്ന് പറയുന്നത് പാർട്ടിയുടെ യോഗം കൂടാനാണോ? അതിരകത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് കടല കുറിച്ചിരിക്കാനാണോ? ഇത് ശ്രദ്ധിക്കുന്ന പൊതുജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഇത് വിശദീകരിക്കുകയാണ്. അതിരകം ശാഖയിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് യോഗം ചേരാനല്ല ഈ ആസ്ഥാന കേന്ദ്രം എന്ന് നൂറുകണക്കിന് പാർട്ടി ആഫീസുകളുടെ ചരിത്രത്തെയും അതിന്റെ പ്രവർത്തനത്തെയും പരിചയമുള്ള ഒരു എളിയ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനിത് പറയും. എന്തിനാണ് അങ്ങനെ യോഗം ചേരാൻ സ്വന്തമായി ഭൂമിയിൽ സ്വന്തമായി കെട്ടിടമുണ്ടാക്കുന്നത്? അങ്ങനെ യോഗം ചേരാനാണെങ്കിൽ അതിരകം ഇക്കാലം അത്രയും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ സംഘടിപ്പിക്കാൻ ഈ പ്രദേശത്ത് നടന്ന പ്രയത്നങ്ങൾ ഒരു പാർട്ടി ആഫീസിന്റെ സഹായമില്ലാതെയാണ്. അങ്ങനെ ഇവിടെ നമുക്ക് പാർട്ടി സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു പാർട്ടി ആഫീസിന്റെ ആവശ്യമില്ല. പാർട്ടി ആഫീസിന്റെ ആവശ്യമില്ലാതെ നമുക്ക് ഈ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കും. മുസ്ലിം ലീഗിന്റെ പാർട്ടി ആസ്ഥാനം എന്ന് പറയുമ്പോ എന്തിനു വേണ്ടിയാണ്? അത് ലീഗ് പാർട്ടിയുടെ യോഗങ്ങൾക്ക് വേണ്ടിയല്ല. അത് മുസ്ലിം ലീഗ് പാർട്ടി സംവിധാനത്തിന്റെ ദിനചര്യകളെ നിയന്ത്രിക്കാനല്ല. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘാടനത്തിന്റെ സംവിധാനങ്ങളെ ചലിപ്പിക്കാനല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഈ ആസ്ഥാന കേന്ദ്രം എന്ന് പറയുന്നത്? പ്രിയപ്പെട്ട പാറക്കൽ അബ്ദുള്ളയും നമ്മുടെ ഈ MLA-യും ഈ വേദിയിലേക്ക് എത്തുകയായി. നമ്മുടെ ബഹുമാന്യരായ നേതാക്കളൊക്കെ സന്തോഷകരമായ ഈ മുഹൂർത്തത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഘാടകർക്ക് വേണ്ടി പ്രിയപ്പെട്ട നമ്മുടെ MLA-യെ ഞാൻ ആദരപൂർവ്വം ഈ സംഘാടകർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം
കേരള മുസ്ലിം കൾച്ചറൽ സെന്ററിന്റെ അതിരകം കമ്മിറ്റിയുടെ KMCCയുടെ 1ാം വാർഷിക മുഹൂർത്തത്തിൽ പ്രിയപ്പെട്ട പാറക്കലിന്റെ സാന്നിധ്യം വളരെ ഉചിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രവാസികൾക്ക് ലീഗ് കൊടുത്ത സംഭാവന എന്താണ്? അവരിൽ നിന്ന് ഫണ്ട് വാങ്ങി പാർട്ടി വളർത്തുക എന്നത് മാത്രമല്ല, പ്രവാസികളുടെ ഒരു പ്രതിനിധി കൂടിയാണ് പ്രിയപ്പെട്ട പാറക്കൽ. അറേബ്യൻ നാടുകളിൽ പോയി കഷ്ടപ്പെട്ട് മണലാരുണ്യത്തിൽ വിയർപ്പൊഴുക്ക് ഈ നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിച്ച ആയിരക്കണക്കിന് പ്രവർത്തകരിൽ ഒരാളെ അവരെ ഫണ്ടിന്റെയും പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ്സിന്റെയും ഉപാധിയാക്കി മാറ്റി നിർത്താതെ കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ അറേബ്യൻ രാജ്യങ്ങളുടെ കാറ്റും മണൽക്കാറ്റും എല്ലാം അനുഭവിച്ച ആയിരക്കണക്കിന് പ്രവാസികളുടെ ഒരു പ്രതിനിധിയെ കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് സ്വാഗതം ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ പ്രിയപ്പെട്ട പ്രതിനിധിയാണ് പാറക്കൽ, നമ്മുടെ MLA ആയി കേരളത്തിന്റെ നിയമസഭയിൽ. ഞാൻ പറയുന്നത് അതിരകം ശാഖയിലെ മുസ്ലിം ലീഗിന്റെ ഈ ആസ്ഥാന കേന്ദ്രം ലീഗിന്റെ കൊടി സൂക്ഷിക്കാനല്ല, ലീഗിന്റെ മുദ്രാവാക്യങ്ങൾ സൂക്ഷിക്കാനല്ല. കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളിലെ പാർട്ടി ആസ്ഥാനങ്ങൾ കണ്ടു പരിചയിച്ചവരെ പാർട്ടിയുടെ ആയുധങ്ങളും അന്യനെ കൊല്ലാനുള്ള കൊടുവാളുകളും അന്യന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ വർഷിക്കാനുള്ള ബോംബുകളും സൂക്ഷിക്കാനാണ് കണ്ണൂരിലെ ചില പാർട്ടികൾക്ക് അവരുടെ പാർട്ടി ആസ്ഥാനങ്ങൾ. പക്ഷേ ശിഹാബ് തങ്ങളുടെ കുട്ടികൾ അതിരകം ശാഖയിൽ ഒരു പാർട്ടി കേന്ദ്രം തുടങ്ങുന്നുവെങ്കിൽ ഈ പാർട്ടി ഓഫീസിൽ ആരെയും വെട്ടാനുള്ള കത്തി ഉണ്ടാകില്ല, ആരെയും തകർക്കാനുള്ള വാളുണ്ടാകില്ല, എവിടെയും എറിയാനുള്ള ബോംബുണ്ടാകില്ല. ഈ പ്രദേശത്തെ ഏതെങ്കിലും വീടുകളിൽ കഷ്ടപ്പെടുന്ന രോഗികളുണ്ടോ? എല്ലാ വഴികളും നിങ്ങൾക്ക് മുട്ടുന്നുണ്ടോ? നിങ്ങളുടെ ബന്ധുമിത്രാദികൾ നിങ്ങൾ ഏറ്റെടുക്കാൻ പ്രയാസപ്പെടുന്നുണ്ടോ? എങ്കിൽ ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നെന്റെ സായം സന്ധ്യയിൽ ഉദ്ഘാടനം ചെയ്യുന്ന മുസ്ലിം ലീഗിന്റെ അതിരകം ശാഖയുടെ പാർട്ടി കമ്മിറ്റി ഓഫീസിൽ വന്നാൽ ഞങ്ങളുടെ പ്രവർത്തകർ ഈ പ്രദേശത്തെ കഷ്ടപ്പെട്ട രോഗികളെ ഏറ്റെടുക്കാനാണ് ഈ ആസ്ഥാന കേന്ദ്രമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഈ കേന്ദ്രം തുടങ്ങുന്നത്. ചോർന്നലിക്കാത്ത കൂരയിൽ അന്തി ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ, നിങ്ങളുടെ എല്ലാ വഴികളും അടഞ്ഞു പോകുന്നുണ്ടോ? വീടെന്ന സ്വപ്നം നിങ്ങളുടെ മുമ്പിൽ യാഥാർത്ഥ്യമാക്കാതെ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ ചേർത്തുപിടിച്ച് മറ്റുള്ളവരൊക്കെ സുന്ദരമായ വീടുകളിൽ അന്തി ഉറങ്ങുമ്പോ കിടക്കാൻ കിടപ്പാടമില്ലാതെ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ ഞാൻ അങ്ങനെ പറയുമ്പോ, രോഗികളായ ആളുകൾ, വീടില്ലാത്ത ആളുകൾ എന്ന് പറയുമ്പോ നിങ്ങളുടെ കയ്യിൽ ലീഗിന്റെ മെമ്പർഷിപ്പ് ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. അതിരകത്തെ ഈ പ്രദേശത്ത് ലീഗിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവരെ, ലീഗിന്റെ പോസ്റ്ററുകൾ കീറുന്നവരെ, ലീഗിന്റെ കൊടികൾ താഴ്ത്തിക്കെട്ടുന്നവരെ, മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ പ്രവർത്തിച്ചോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ജീവിതത്തിന്റെ ഏതെങ്കിലും വഴിധാരയിൽ നിങ്ങളുടെ ജീവന്റെ താളം നിലച്ചുപോയാൽ നിങ്ങൾ ലീഗിനെതിരെ പ്രവർത്തിച്ചു എന്നത് ഞങ്ങൾ പ്രശ്നമല്ല, നിങ്ങൾ ലീഗ് വിരോധിയാണ് എന്നതും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ജീവിതത്തിന്റെ വഴിയിൽ എവിടെയെങ്കിലും നിങ്ങൾ നിസ്സഹായമായി നിന്നാൽ, അതിരകത്തെ പാർട്ടി ഓഫീസിന്റെ വാതിൽ മുട്ടിയാൽ നിങ്ങളെ ഏറ്റെടുക്കാൻ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ ഈ പ്രദേശത്തുണ്ടാകുമെന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ ചോർന്നൊലിക്കാത്ത കൂരയിൽ അന്തിയുറങ്ങാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്കും കാരുണ്യ ഭവനം ഒരുക്കാനാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അതിരകം ശാഖയിൽ ഈ ആസ്ഥാന കേന്ദ്രം തുറക്കുന്നത് എന്ന് പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം. കണ്ണൂർ ജില്ലയിലെ ഒരു പ്രദേശത്ത് പാർട്ടി ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാരുടെ സ്വസ്ഥത കെടുന്നതാണ്, അവരുടെ നെഞ്ചെടുപ്പ് കൂടുന്നതാണ്, അവരുടെ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുന്നതാണ്. പക്ഷേ അതിരകത്തെ പൊതുജനങ്ങളെ, നിങ്ങൾ സ്വസ്ഥമായി ഉറങ്ങിയേക്കുക. നിങ്ങൾ ഉറങ്ങിയാലും നിങ്ങളുടെ ഉറക്കിന് കാവൽ നിൽക്കാൻ, ഈ ഗ്രാമത്തിന്റെ സമാധാനത്തിന് കാവൽ നിൽക്കാൻ, ഈ ഗ്രാമത്തിന്റെ ശാന്തിക്ക് കാവൽ നിൽക്കാൻ ഞങ്ങളിതാ ഒരു ആസ്ഥാന കേന്ദ്രം ഇന്നത്തെ സന്ധ്യയിൽ തുറന്നു വെക്കുകയാണ്. അതാണ് അതിരകം ശാഖയിലെ മുസ്ലിം ലീഗ് പാർട്ടി ഓഫീസ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാകണം. അങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെയും, അങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും. എല്ലാ ലീഗ് ഓഫീസും മനുഷ്യ സ്നേഹത്തിന്റെ കേന്ദ്രങ്ങളാണ്. എല്ലാ ലീഗ് ഓഫീസും രോഗിയുടെ സാന്ത്വനമാണ്. എല്ലാ ലീഗ് ഓഫീസും വീടില്ലാതെ അലയേണ്ടി വന്ന മനുഷ്യരുടെ ആലംബമാണ്. അങ്ങനെ മനുഷ്യ സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവയുടെ നദിയുടെ കൈവഴികളാണ് ലീഗ് ഓഫീസിൽ നിന്ന് പുറപ്പെടുന്നത് എന്ന് സംഘർഷഭരിതമായ ആധുനിക സാഹചര്യത്തിൽ ഞങ്ങൾ വിശദീകരിക്കുകയാണ്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ പാർട്ടി ഓഫീസിലേക്ക് ഈ നാട്ടിലെ ഏതു പ്രവർത്തകനും കയറി വരാം. ലീഗിന്റെ സെക്രട്ടേറിയറ്റിലും ലീഗിന്റെ യോഗത്തിലും ലീഗിന്റെ ശാഖാ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറിയുടെ ആലോചനക്കുമല്ല ഞങ്ങൾ ഇത് തുറന്നു വെച്ചിരിക്കുന്നത്. ഈ പ്രദേശത്തെ ഏതു മനുഷ്യനും നിങ്ങളുടെ പായ്യരങ്ങൾ പറയാൻ, നിങ്ങളുടെ സങ്കടങ്ങളെ പങ്കുവെക്കാൻ, നിങ്ങളുടെ പ്രയാസങ്ങളെ ഒന്ന് സ്വകാര്യമായി പറയാൻ നിങ്ങളുടെ ഈ പാർട്ടി ഓഫീസിലേക്ക് കടന്നു വരാമെന്ന്
ഇവിടത്തെ അതിരകത്തിലെ KMCCയുടെ പ്രവർത്തകരും ഇതിന്റെ പിന്നിലുണ്ട് എന്നതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ നാട്, നമ്മുടെ ചുറ്റുവട്ടം വല്ലാത്ത ഒരു കാലുഷ്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഈ കൊടിതോരണങ്ങൾക്ക് ഞങ്ങൾക്ക് ബന്ധമില്ല, ഈ കൊടിനാട്ടലുകൾക്ക് ഞങ്ങൾക്ക് ബന്ധമില്ല. ഞങ്ങളെ പണി എന്താണ്? ഞങ്ങളെ പണി ഞാനും കെട്ടിയോളും കുട്ടികളും, വലിയ വീടും, വീടിന് വലിയ മതിലും, മതിലിന് വലിയ ഗേറ്റും, പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡും, സെൽഫി അടിച്ച് കവർ പേജ് മാറ്റി സ്വന്തം പ്രൊഫൈൽ പിക്ചർ മാറ്റിയെടുത്തതിന്റെ മൊഞ്ചു നോക്കി ജീവിച്ചു പോയവരെ എവിടെയാണ് നിങ്ങൾ? ലീഗ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിന്റെ നോട്ടീസുമായി നടന്നപ്പോ പുറംതിരിഞ്ഞ് നടന്നവരെ, ഐഫോണിലും സ്മാർട്ട് ഫോണിലും ചികഞ്ഞവരെ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തനവുമായി ഈ തെരുവിലിറങ്ങിയപ്പോ അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്, അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞ സ്വാർത്ഥംഭരികളെ, ആ സ്വാർത്ഥംഭരികളൊക്കെ ഇന്ന് ബാങ്കിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. ഭിക്ഷക്കാരെ പോലെ ഈ തെരുവിൽ അലഞ്ഞു നടക്കുകയാണ്. രാഷ്ട്രീയത്തിന്റെ കൊടി പിടിക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞവരെ ഇന്ന് നിങ്ങൾക്ക് ATM കൗണ്ടറിന്റെ മുന്നിൽ ക്യൂ നിൽക്കാൻ സൗകര്യമുണ്ടോ എന്ന ചോദ്യം ഞങ്ങൾ ചോദിക്കുകയാണ്. എന്താണ് രാഷ്ട്രീയം? എന്താണ് രാഷ്ട്രീയം? ആ അരിയുടെ തക്കാളിയുടെ മുളകിന്റെ അങ്ങാടി നിലവാരത്തിന്റെ വിഷയം മാത്രമല്ല രാഷ്ട്രീയം. നിങ്ങളുടെ ജീവിതത്തിന്റെ പോക്കറ്റിലെ പേഴ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന കറൻസിയിൽ കയറിപ്പിടിക്കുന്ന ഗുണ്ടായിസത്തിന്റെ പേരാണ് രാഷ്ട്രീയമെന്ന് അഭിനവ ഇന്ത്യയിൽ നരേന്ദ്രമോദി തെളിയിച്ച ഒരു കാലത്തിലാണ്. ആഗോളതലത്തിൽ ആരാണ്? ഡൊണാൾഡ് ട്രംപാണ്. ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയാണ്. ഇവര് രണ്ടുപേരെയും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ രണ്ടുപേരും സാദൃശ്യപ്പെട്ട് നിൽക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഡൊണാൾഡ് മോഡി എന്നും നരേന്ദ്ര ട്രംപ് എന്നും വേണമെങ്കിൽ ഇവരുടെ പേര് മാറ്റി വിളിക്കാവുന്നതാണ്. രണ്ട് മരങ്ങളെ ഒരു മരത്തിൽ ബഡ്ഡിംഗ് നടത്തുന്ന പോലെ രണ്ട് മനുഷ്യരെ സ്വഭാവം കൊണ്ടും കർമ്മം കൊണ്ടും കയ്യിലിരിപ്പ് കൊണ്ടും ബഡ്ഡിംഗ് നടത്തിയാൽ ആഗോളതലത്തിൽ രണ്ടു മനുഷ്യരെ പിടികൂടി ബഡ്ഡിംഗ് നടത്തണം. അത് ഡൊണാൾഡ് മോഡിയും നരേന്ദ്ര ട്രംപുമാണ് എന്ന് പുതിയ കാലത്ത് നമുക്ക് പറയാൻ സാധിക്കും. ആഗോളതലത്തിൽ ഡൊണാൾഡ് ട്രംപ് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പറയുകയാണ്. ദേശീയ തലത്തിൽ നരേന്ദ്രമോദി വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പറയുന്ന ഒരു കാലത്തിലാണ്. നിങ്ങളുടെ പൈസ അർദ്ധരാത്രി 12 മണിക്ക് എഴുന്നേറ്റിട്ട് അദ്ദേഹം പറയുകയാണ്. ആരോടാ ഇത് ചോദിക്കുന്നത്? ധനമന്ത്രിയാണിത് പറയേണ്ടത്, ധനകാര്യ സെക്രട്ടറിയാണിത് പറയേണ്ടത്. പക്ഷെ ആലോചിക്കുന്നില്ല. സ്വന്തം മന്ത്രിമാരെ പോലും വിശ്വാസത്തിലെടുക്കാതെ മോഡി ടെലിവിഷൻ ചാനലിന്റെ മുമ്പിലേക്ക് പോകുമ്പോ ഒരു കൂട്ടരോട് മാത്രമാണ് അനുവാദം ചോദിക്കുന്നത്. ഞങ്ങൾ ഈ കറൻസിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇവിടെ കോഴിക്കോട്ടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. 125 കോടി ജനങ്ങളെ മുഴുവൻ ബന്ദികളാക്കി നരേന്ദ്രമോദി നടത്തുന്ന ഈ ഗുണ്ടായിസമുണ്ടല്ലോ, ഈ തോന്നിവാസമുണ്ടല്ലോ, കള്ളപ്പണക്കാരെ കയ്യേറ്റം ചെയ്യാൻ മോഡി നടത്തുന്നു എന്ന് പറയുന്ന ഈ നാടകങ്ങളുണ്ടല്ലോ. ആരാ കള്ളപ്പണക്കാരൻ? രാജ്യത്തിലെ ഏറ്റവും വലിയ കള്ളപ്പണക്കാരാരാണ്? വിജയ് മല്യ പോലുള്ള കള്ളപ്പണക്കാർ. വിദേശത്ത് സുഖവാസം കഴിയുമ്പോ നാട്ടിലെ സാധാരണക്കാരന്റെ 500 രൂപയിൽ 1000 രൂപയിൽ കോമൺ സെൻസ് ഉള്ളോ പറയോ? നാട്ടിലെ കള്ളപ്പണക്കാരൻ ആരായി 500ഉം 1000ഉം വീട്ടിൽ സൂക്ഷിക്കുക? അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കൂലിവേല ചെയ്യുന്നവനാണ്. പാടത്തെ പറമ്പിലും ചേളിയിലും ചെറിയുമായി കടന്നു പോകുന്ന മനുഷ്യനാണ് 500ന്റെയും 1000ന്റെയും നോട്ടുകൾ സൂക്ഷിക്കുക. വലിയ വലിയ മുതലാളിമാർ തങ്ങളുടെ പണം ഭൂമിയിൽ നിക്ഷേപിക്കും, തങ്ങളുടെ പണം സ്വർണത്തിൽ നിക്ഷേപിക്കും, തങ്ങളുടെ പണം ഓഹരിയിൽ നിക്ഷേപിക്കും, തങ്ങളുടെ പണം വിദേശത്തെ സ്വിസ് ബാങ്കുകളിൽ നിക്ഷേപിക്കും. അവരുടെ കാര്യമൊക്കെ സേഫാണ്. എന്നിട്ട് ഇവർ ചെയ്യുന്നത് എന്താണ്? നാട്ടിലെ സാധാരണക്കാരന്റെ കഴുത്തിൽ കയറി പിടിക്കുകയാണ്. അങ്ങനെ രാജ്യത്തൊരു സ്തംഭനാവസ്ഥ വരികയാണ്. രാജ്യം മുഴുവൻ വലിയ ആഭ്യന്തര സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് അതിരകം ശാഖയിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഈ ആസ്ഥാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിന്റെ മഹാസമ്മേളനം ഇവിടെ നടക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ രംഗം അങ്ങനെ സ്വാർത്ഥതയിൽ ജീവിച്ചവർ ഇപ്പൊ ആർക്കും സമയമില്ല. എല്ലാവരും ഇങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ കയ്യിലെ പാവങ്ങൾ ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കയ്യിലെ അസാധുവായ 1000ഉം 500ഉം കയ്യിലുണ്ടെങ്കിൽ സാധുവായ എനിക്ക് താ എന്ന് പറയുന്ന മട്ടിൽ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുകയാണ് നമ്മുടെ രാജ്യത്തിലെ നരേന്ദ്രമോദി. ഇതൊക്കെ നിസ്സഹായമായി കൈകാര്യം ചെയ്യുകയാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയാണ് നരേന്ദ്രമോദി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നെറികെട്ട ഏകാധിപതിയാണ്. കണ്ണൂർ ജില്ലയിലും കണ്ണൂരിലെ മണ്ഡലത്തിലും
കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലും നരേന്ദ്രമോദി ഗുജറാത്തിലെ പാവങ്ങളായ മനുഷ്യരെ ചുട്ടുകൊന്നപ്പോ നമ്മൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. ബാബറി മസ്ജിദിന്റെ താഴികക്കുടങ്ങളിലേക്ക് RSSകാരൻ ഇരച്ചു കയറിയപ്പോ നമ്മൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഏക സിവിൽ കോഡിന്റെ പേര് പറഞ്ഞ്, മുത്തലാഖിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിക ശരീഅത്തിന്റെ കഴുത്തിന് പിടിച്ചപ്പോ നമ്മൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. അപ്പൊ പലരും പറഞ്ഞു, അതൊക്കെ മുസ്ലിങ്ങളെ കാര്യല്ലേ, ബാബരി മസ്ജിദ് ഇസ്ലാമിന്റെ കാര്യല്ലേ, ശരീഅത്തും ഇസ്ലാമിന്റെ കാര്യമല്ലേ, ഗുജറാത്തിലെ പാവങ്ങളായ മനുഷ്യർ അവരോ അതും ഇസ്ലാമിന്റെ കാര്യം, ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇപ്പൊ ആ പറഞ്ഞവനൊക്കെ വരി നിൽക്കുകയാണ്. നമുക്ക് നമ്മുടേതായ ഈ അവസ്ഥയിൽ സങ്കടമുണ്ട്. പക്ഷേ ശരീഅത്തിന്റെ പേരിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രമാണ് വരി നിൽക്കേണ്ടി വന്നത്. ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ രാജ്യത്തിലെ മുസ്ലിങ്ങൾ മാത്രമാണ് വരി നിൽക്കേണ്ടി വന്നത്. പക്ഷേ കറൻസിയിൽ കയറി പിടിച്ചപ്പോ മുസ്ലിങ്ങളുടെ ഈ ദുരവസ്ഥക്ക് മുമ്പിൽ നിസ്സഹായമായി നോക്കി നിന്ന മുഴുവൻ സംഘികളും, അകത്ത് കാക്കി ട്രൗസറും കുറുവടിയും സൂക്ഷിച്ച മുഴുവൻ മനുഷ്യരും ATMന്റെ മുമ്പിൽ ക്യൂ നിൽക്കുമ്പോ ഈ ദുരന്തത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് അപ്രഖ്യാപിതമായ ഒരു സന്തോഷമുണ്ട്. അനുഭവിക്കട്ടെ എന്ന സന്തോഷമാണ്. സോഷ്യൽ മീഡിയയിലെ കുട്ടികളൊക്കെ എത്ര വലിയ പ്രാർത്ഥനയിലാണ്. ജപ്പാനിലേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞപ്പോ ആളുകളൊക്കെ കൊതിച്ചുപോയി. ഏതാ ജപ്പാൻ? 8ാം ക്ലാസ്സിലെ ജോഗ്രഫി ക്ലാസ് ടീച്ചർ ക്ലാസ് എടുത്തപ്പോ ഒരു ദിവസം 3 വീതം എന്ന മട്ടില് ഭൂകമ്പം നടക്കുന്ന നാടാണ് ജപ്പാൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴോ നമ്മളത് ഓർത്തുപോയി. മോഡി ജപ്പാനിലാണ് എന്നറിഞ്ഞപ്പോ ജപ്പാനിൽ നിന്ന് ഒരു ഭൂകമ്പത്തിന്റെ സന്തോഷ വാർത്തക്ക് വേണ്ടി നമ്മുടെ ആളുകൾ കാത്തിരുന്നു. പക്ഷേ മോഡി തിരിച്ചു വരുന്നത് വരെ ആ സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റിയില്ല. സിംഹക്കൂടിന്റെ മുമ്പിൽ ഗർജിച്ചു നിൽക്കുന്ന സിംഹത്തിന്റെ മുമ്പിൽ മോഡി അങ്ങനെ മോഡിയോടെ നിൽക്കുകയാണ്. കുട്ടികൾ ആഗ്രഹിച്ചു പോയി, ഈ സിംഹക്കൂടിനകത്ത് ഗർജിക്കുന്ന സിംഹത്തിന്റെ കൂടിനകത്ത് ഈ ഇരുമ്പ് വേലിയില്ലായിരുന്നുവെങ്കിൽ ഒരു രാജ്യം രക്ഷപ്പെടുമായിരുന്നു എന്ന് നവമാധ്യമങ്ങളിലെ കുട്ടികൾ കമന്റ് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞേ? ദേശ് കേ ലിയേ എന്നാ പറയുന്നത്. എന്റെ അമ്മയെ കണ്ടില്ലേ? 90 വയസ്സുള്ള സ്വന്തം അമ്മയെ വരി നിർത്തി. എന്റെ അമ്മയെ കണ്ടില്ലേ? പിന്നെ വേറെന്താ പറഞ്ഞത്? എന്റെ ഭാര്യ, ഞാൻ എന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചത്, എന്റെ കുടുംബത്തെ ഞാൻ ഉപേക്ഷിച്ചത് രാജ്യത്തിന് വേണ്ടിയാണ് എന്ന് പറയുകയാണ് മോഡി. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ സൈന്യത്തോടാണ്. ഇവിടെ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ, ഈ വിഷയം നമ്മുടെ മനസ്സിൽ വേണം. ധനകാര്യമന്ത്രിയോട് ചോദിക്കാതെ, ധനകാര്യ സെക്രട്ടറിയോട് ചോദിക്കാതെ, RBIയുടെ ഏതാനും ബ്യൂറോക്രാറ്റുകളോട് മാത്രം ചോദിച്ച് മോദി നടത്തിയ ഈ തോന്നിവാസമുണ്ടല്ലോ, ആ തോന്നിവാസത്തിന് അദ്ദേഹം അനുമതി ചോദിച്ചത് രാജ്യത്തിന്റെ സൈന്യത്തോടാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി സൈന്യത്തോട് അനുമതി ചോദിക്കുക. ആർ യു റെഡി? ആർ യു പ്രിപ്പയർഡ്? ഗെറ്റ് റെഡി എന്ന് രാജ്യത്തിലെ വ്യോമസേനയോട്, കരസേനയോട്, നാവികസേനയോട്, സൈന്യാധിപനോട് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പണം പിൻവലിച്ചാൽ, രാജ്യത്തിലെ ജനങ്ങൾ ഒരു സമരത്തിനിറങ്ങിയാൽ അവരുടെ ഇടനെഞ്ചിലേക്ക് വെടിയുതിർക്കാൻ നിങ്ങളുടെ തോക്കിലുണ്ടയുണ്ടോ എന്നാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ സൈന്യത്തോട് ചോദിച്ചത്, രാജ്യത്തിലെ പട്ടാളക്കാരനോട് ചോദിച്ചത്. സ്വന്തം ജനതയെ കൊന്നുകളയാൻ നരേന്ദ്രമോദി സൈന്യത്തിന്റെ സഹായം തേടിയെന്ന ഭീകരമായ വാർത്ത ഇതിനിടയിൽ നമ്മൾ വായിക്കേണ്ടതാണ്. എന്താ ഫാസിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയും അതൊക്കെ ലീഗ് സമുദായത്തെ ബേജാറാക്കി നിർത്താൻ വേണ്ടി പറയുന്ന കാര്യമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. യൂത്ത് ലീഗിന്റെ സമ്മേളനം കോഴിക്കോട്ട് സംഗമിച്ചു. ലക്ഷോപലക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകർ അറബിക്കടലിന് സമാന്തരമായി ഇരമ്പ് വിളിക്കുന്ന തിരമാലയോട് ചേർന്ന് നിന്ന് കുഞ്ഞാലി മരക്കാരുടെ പാരമ്പര്യത്തെ പുതിയ കാലത്ത് ഉയർത്തിപ്പിടിക്കാൻ, സാമൂതിരിയുടെ സാമ്രാജ്യത്തിന് കാവൽ നിൽക്കുന്ന കുഞ്ഞാലി മരക്കാരുടെ പാരമ്പര്യത്തെ പൂരിപ്പിക്കാൻ കുഞ്ഞാലിയുടെ പേരക്കുട്ടികൾ കോഴിക്കോട്ടെ കടപ്പുറത്ത് സംഗമിച്ചു. അതേ കോഴിക്കോട്ടെ കടപ്പുറത്താണ് 1992 മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഫാസിസത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ ഞങ്ങൾ നടത്തിയ സമ്മേളനം. അന്ന് ആളുകൾ ചോദിച്ചു, എവിടെ ഫാസിസം? എവിടെയാണ് ഫാസിസം? ഇന്ന് ചോദിക്കുമോ അതിരക്കത്തെ നല്ല മനുഷ്യരെ, എവിടെയാണ് ഫാസിസം? ലീഗ് വിരോധികളോട് പറഞ്ഞേക്കുക. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങൾ ഇത് പറയുമ്പോ നിങ്ങൾക്ക് ബോധ്യമല്ല. ഫാസിസം നിങ്ങളുടെ അടുക്കളയിലുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിലെ ഭക്ഷണം ഏതാണ് എന്ന് അന്വേഷിക്കാൻ ഈ രാജ്യത്തിലെ ഫാസിസ്റ്റുകൾ വരികയാണ്. എന്താ ചോറുണ്ടാക്കുന്നത്? എന്താ കറി ഉണ്ടാക്കുന്നത്? ബീഫാണോ? നിൽക്കട്ടെ, ഞങ്ങൾ പറഞ്ഞതിന് ശേഷം ഉണ്ടാക്കാം. ഞങ്ങൾ പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ അനുമതി കിട്ടിയിട്ടല്ലാതെ നിങ്ങൾ ഈ രാജ്യത്തിലെ നിങ്ങളുടെ ഭക്ഷണം പോലും നിങ്ങൾ തയ്യാറാക്കരുത് എന്ന് രാജ്യത്തിലെ ഫാസിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമാണ്. വീടിന്റെ ബാക്കിലൂടെ അടുക്കളയിൽ RSS, കൊലായ്മലും RSS, സിറ്റ് ഔട്ടിലും RSS. എന്താ സിറ്റ് ഔട്ടിൽ RSS? മോളെ നിക്കാഹ് നടത്തുമ്പോ ചോദിക്കാണ്, വരട്ടെ എന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട മകളെ ചൊല്ലിക്കൊടുക്കാൻ ഇനി ഇന്ത്യ രാജ്യത്തിലെ നിയമം അനുവദിക്കുന്നില്ല. നമുക്കൊരു കോമൺ സിവിൽ കോഡ് വേണം. രാജ്യത്തിലെ മുസ്ലിം സമൂഹം അവരുടെ വിശ്വാസമായി കൊണ്ടു നടക്കുന്ന ശരീഅത്തിനെതിരെ
നരേന്ദ്രമോദി ഒരു മാസം മുമ്പ് എന്താ പറഞ്ഞത്? എനിക്ക് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടിയുടെ കണ്ണീര് കാണുമ്പോൾ സങ്കടമാണ് എന്നാ പറഞ്ഞത്. മുസ്ലിം സമുദായത്തിലെ പെണ്ണിന്റെ കണ്ണീര് കാണുമ്പോൾ സങ്കടമാണ്. എന്താ കാര്യം? മുത്തലാഖിന്റെ പേരിൽ അവൾ വീട്ടിൽ കഷ്ടപ്പെടുകയാണ്. ഏക സിവിൽ കോഡിന്റെ കഴുത്തിന് പിടിച്ച് രാജ്യത്തിലെ മുസ്ലിം സമൂഹത്തെ, അവരുടെ വിശ്വാസത്തെ തകർക്കാൻ RSS കാലങ്ങളായി ആസൂത്രണം ചെയ്ത പദ്ധതി അവർ പുറത്തെടുക്കുകയാണ്. പുറത്തെടുത്തിട്ട് അവർ പറയുന്നു, കോമൺ സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കാം, ശരീഅത്ത് വേണ്ട, നിക്കാഹ് വേണ്ട, മുത്തലാഖ് എന്നാ പറഞ്ഞത്. മുത്തലാഖിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പണ്ഡിതന്മാർ പറയേണ്ടതാണ്. അത് മുസ്ലിം ലീഗ് വേദിയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് പണ്ഡിതന്മാര് പറയട്ടെ. പക്ഷേ ഞങ്ങൾ പറയുന്നു, മുത്തലാഖിന്റെ ഇരയിൽ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസങ്ങളെ തകർക്കാൻ അതിന്റെ ചൂണ്ടലാണ് ഈ മുത്തലാഖ് എന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതി. BJPയുടെയും RSSന്റെയും ചരിത്രമറിയുന്ന കോമൺ സെൻസ് മാത്രമുണ്ടായാൽ ശരീഅത്തിനെ തകർക്കാനുള്ള ഗൂഢമായ ആലോചനയാണ് മുത്തലാഖിന്റെ പേരിൽ ഇവർ നടത്തുന്നത് എന്ന് നമുക്കറിയാം. മുത്തലാഖിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ഞാനിതാ സങ്കടപ്പെടുകയാണ്. മോഡി പറയാണ്, ഞാൻ ചോദിക്കട്ടെ, മുത്തലാഖിന്റെ പേരിൽ മൊഴി ചൊല്ലപ്പെട്ട പെണ്ണുങ്ങളെ കണക്കെടുക്കുക, എന്നിട്ട് അവർക്ക് നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ ഒരു സംഘടന ഉണ്ടാക്കുന്നു എന്ന് സങ്കല്പിക്കുക. തലാഖ് ചൊല്ലി വിവാഹമോചനം ചെയ്യപ്പെട്ട് വീടുകളിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഒരു സംഘടനയുണ്ടാക്കിയാൽ ആ സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആരാകണം? സംശയമില്ല, നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മൊഴി ചൊല്ലി വീട്ടിലിരിക്കുന്ന മോഡിയുടെ കെട്ടിയോളായിരിക്കും അതിന്റെ അഖിലേന്ത്യാ അധ്യക്ഷ. കെട്ടിയിട്ടുണ്ടോ കെട്ടിയിട്ടില്ല എന്നറിയില്ല. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് വെദർ യു മാരീഡ് ഓർ നോട്ട് എന്ന് ചോദിച്ചപ്പോ യെസ് ഓർ നോ എന്ന് എഴുതിയില്ല. പണ്ട് മാർക്സിസ്റ്റ് ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ അതിർത്തി ചൈന കവർന്നപ്പോ EMSനോട് ചോദിച്ചു, ആ ഭാഗം ഇന്ത്യയുടേതാണെന്നാണോ ചൈനയുടേതാണെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അന്ന് പറഞ്ഞൊരു ഉത്തരണ്ട്, ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന പ്രദേശം. മാർക്സിസ്റ്റ് പാർട്ടി എന്നും അങ്ങനെയാണ്. ബാബരി മസ്ജിദ് രാമജന്മഭൂമി ഉണ്ടായപ്പോ ചോദിച്ചു, ഇത് രാമജന്മഭൂമിയാണോ അതോ ബാബരി മസ്ജിദാണോ? അപ്പോൾ പറഞ്ഞു, പള്ളിക്കാർ പള്ളിയുടേതെന്നും ക്ഷേത്രക്കാർ ക്ഷേത്രക്കാരുടേതെന്നും പറയുന്ന കെട്ടിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാണ്ടണം അല്ലെ? ഒന്നുകില വേണമെന്ന് പറയണം, അല്ലെങ്കിൽ വേണ്ടെന്ന് പറയണം. അത് ആണുങ്ങളുടെ സ്വഭാവമാണ്. ആണും പെണ്ണും കെട്ടവരുടെ സ്വഭാവമാണ് വേണ്ടണം എന്നുള്ളത്. അങ്ങനെ നയങ്ങളും നിലപാടുകളും പറയാതെ ഏത് കാലഘട്ടത്തിലും ഉഴപ്പൻ സമീപനം നടത്തുന്ന CPM. അതുപോലെ നരേന്ദ്രമോദി ചോദിച്ചു, നിങ്ങൾ പെണ്ണെട്ടിക്കണമെന്ന് ചോദിച്ചു, ഉണ്ടെന്നും പറഞ്ഞില്ല, ഇല്ല എന്നും പറഞ്ഞില്ല. നരേന്ദ്രമോദിയുടെ ഭാര്യയോട്, നിങ്ങൾ ഭാര്യയാണോ? അറിയില്ല. നിങ്ങൾ വിധവയാണോ? അറിയില്ല. സ്വന്തം ഭാര്യയെ വീട്ടിലാക്കി. നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ രാജ്യത്തിലെ Z കാറ്റഗറി പ്രൊട്ടക്ഷനോടെ കഴിയേണ്ട പെണ്ണിനെ വീട്ടിലാക്കി. രാജ്യത്തിലെ മൊഴി ചൊല്ലുന്ന മുസ്ലിം പെണ്ണിന്റെ പേരിൽ കണ്ണീരൊഴുക്കുകയാണ് മോഡി. ഇസ്ലാമിന്റെ പേരാണ് ഇത്. ശരീഅത്ത് മുത്തലാഖൊന്നല്ല, ഇസ്ലാമിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഇസ്ലാമിന്റെ ശരീഅത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർശനത്തിനെതിരെയുള്ള കയ്യേറ്റമാണ്. ആ കയ്യേറ്റത്തിന് മുത്തലാഖിന്റെ ഇരകോർത്ത് അവർ യുദ്ധത്തിന് മുന്നോട്ട് വന്നി. അങ്ങനെയെങ്കിൽ നമ്മളൊരു സംവാദത്തിന് തയ്യാറാണ്. ഇസ്ലാമിന്റെ കുടുംബ വ്യവസ്ഥയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇസ്ലാമിന്റെ നിക്കാഹിനെ കുറിച്ച് ചർച്ച ചെയ്യാം. പെണ്ണിന് ഇസ്ലാം കൊടുക്കുന്ന സ്ഥാനത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. അതാണല്ലോ വിഷയം. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൺകോയ്മയുടെ തോന്നിവാസം, പുരുഷന്മാരുടെ തോന്നിവാസത്തിന് ഇസ്ലാമിന്റെ മതം, ഇസ്ലാമിന്റെ പ്രവാചകൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. പുരുഷന് തന്റെ പെണ്ണിനെ ഏതു സമയവും വീട്ടിൽ ഉപേക്ഷിക്കാൻ കൊടുക്കുന്ന തോന്നിവാസത്തിന്റെ പേരാണ് മുത്തലാഖ്. ആണുങ്ങൾ പെണ്ണിനെ പീഡിപ്പിക്കുകയാണ്. പുരുഷാധിപത്യത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന പെണ്ണുങ്ങളുടെ കണക്കെടുത്താൽ, ഞാൻ പറഞ്ഞ ദേശീയ തലത്തിലെ കണക്ക് പോലെ അന്തർദേശീയ തലത്തിലും ഒരു കണക്കുണ്ട്. പെണ്ണിന് പരിഗണന കൊടുക്കുന്നില്ല. പുരുഷാധിപത്യത്തിന്റെ പേരിൽ കണ്ണുനീര് കുടിക്കുന്ന പെണ്ണിന്റെ കണക്കെടുക്കാൻ ചെന്നാൽ വൈറ്റ് ഹൌസിലും ഒരു പെണ്ണുണ്ട്. അമേരിക്കൻ പുരുഷാധിപത്യത്തിന്റെ ബലിയാടായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റ ഹിലാരി ക്ലിന്റൺ ആണ് ലോകതലത്തിലെ പുരുഷാധിപത്യ മേധാവിത്വത്തിന്റെ ഏറ്റവും വലിയ ഇര. എന്താ അമേരിക്കക്കാര് പറഞ്ഞത്? 10 കൊല്ലം നമ്മളൊരു കറുമ്പനെ സഹിച്ചു, ഇനി ഒരു 10 കൊല്ലം പെണ്ണിനെ സഹിക്കണ്ട, അതുകൊണ്ട് വേണ്ട. ഇസ്ലാമിന്റെ നെഞ്ചത്താണ്. എവിടെ പെണ്ണ്? എന്താ നിങ്ങൾ പർദ്ദട്ടൊടുത്തുകണ്, എന്താ നിങ്ങൾ ഇതിട്ടൊടുത്തുകണ് എന്നൊക്കെയാണ് ചോദ്യം. ഇസ്ലാം ഒരു കുടുംബ വ്യവസ്ഥ. ബറാക്ക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ പ്രകടന പത്രികയിലെ ഒന്നാമത്തെ സ്ഥാനം എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത്, എന്നെ പ്രസിഡന്റ് ആക്കിയാൽ ഞാൻ അമേരിക്കയിലെ കുടുംബ വ്യവസ്ഥിതിയെ പുനഃസ്ഥാപിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞ ആർക്കും മനസ്സിലാവുക? ഒരു വാർഡ് മെമ്പർ പറയാനുണ്ട്, ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷനെ പുനഃസ്ഥാപിക്കും. ആർക്കെങ്കിലും നമുക്കതിന്റെ വില അറിയില്ല. അമേരിക്കൻ സമൂഹത്തിൽ ഭയങ്കര മാർക്കറ്റുള്ള സാധനമായിരുന്നു അത്. ഫാമിലി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനെ കുടുംബല്യ, വാപ്പയും ഉമ്മയുമില്ല, തന്തയും തള്ളയും ഇല്ലാത്ത സമൂഹം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മളെ നാട്ടിലൊക്കെ വിവാഹ പരസ്യം നമ്മൾ കാണാറുണ്ട് പത്രത്തിൽ.
10 കൊല്ലം മുമ്പൊക്കെയാണ് നമ്മൾ പറയാറുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റി പരസ്യം കൊടുത്തിരുന്നത് തന്റേതല്ലാത്ത കാരണത്താൽ 10ാം ക്ലാസ് തോറ്റ മുസ്ലിം പെൺകുട്ടിക്ക് പുയ്യാപ്പിള ആവശ്യമുണ്ട് എന്നാണ്. ഇപ്പൊ കാലവും സ്ഥിതിയൊക്കെ മാറിയതുകൊണ്ട് വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾക്ക് വിദ്യാസമ്പന്നരായ പയ്യനെ കിട്ടാനില്ല. BDS പഠിച്ച ഡെന്റിസ്റ്റിന് 10ാം ക്ലാസ്സും +2 ഗുസ്തിയും കഴിഞ്ഞവനെ കെട്ടിച്ചൊടുക്കേണ്ട ഗതികേടാണ്. എന്താടാ പണി? അമ്മോന്റെ പണിയാണ്. അമ്മോൻക്ക് എന്താ പണി? വെറുതെ അടക്കലാണ്. അങ്ങനെ +2 ശേഷം ഓൻ ദുബായിക്ക് പോകും. കല്യാണം അന്വേഷിച്ച് കഴിഞ്ഞാൽ ദുബായിക്കാണ് പോകുന്നത്. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഗൾഫിലാണ് എന്ന ഒറ്റ വാക്ക് പറഞ്ഞാൽ പിന്നെ അന്വേഷിക്കൂലല്ലോ. അതുകൊണ്ട് നമ്മളെ ഒരു കുടുംബ വിവാഹ പരസ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹിന്ദു സമൂഹത്തിന്റെ പരസ്യമാണെങ്കിൽ നായർ വെളുത്തേടത്ത് യുവതിക്ക്, നായർ വെളുത്തേടത്ത് യുവാവിന് ആവശ്യമുണ്ട്. ജാതി പരസ്യമാണ്. ജാതി പരസ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും നമ്മളെ പരസ്യത്തിലൊന്നും ജാതി ഉണ്ടാവില്ല. നമ്മൾ ചെറിയ ജാതിയൊക്കെ ഉണ്ട്. സുന്നി യുവാവിന് സുന്നി യുവതിയെ ആവശ്യമുണ്ട് അല്ലെ? അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ഈ സുന്നികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഒക്കെ പറയല് നിങ്ങൾ ഭയങ്കര പിന്നോക്കമാണ്, ഔട്ട്ഡേറ്റഡ് ആണ്, ഞങ്ങൾ ഭയങ്കര പുരോഗമനമാണ് എന്നാണ്. പ്രബോധനം വരികയിൽ നിങ്ങൾ വിവാഹ പരസ്യം കണ്ടിക്കണ. പ്രാസ്ഥാനിക യുവാവിന് പ്രാസ്ഥാനിക യുവതിയെ ആവശ്യമുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഹൽക്ക നാലിമിന്റെ മകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ മുത്തഫിഖ് നാലിമിന്റെ മോനെ ആവശ്യമുണ്ട് എന്നാണ്. അത് അങ്ങനെ മാന വെക്കണം. ഓലെ ഭാഷയൊക്കെ തിരണമെന്നുണ്ടെങ്കിൽ ആ വേറെ സ്കൂളിൽ നമ്മൾ പോകണം. അങ്ങനെയാണ് അവരുടെ ഭാഷയും സംസാരവും ശൈലിയും ഒക്കെ. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെ നമ്മൾക്കിടയിലും ഈ ജാതീയതയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ വിവാഹ പരസ്യം, അമേരിക്കയിലെ വിവാഹ പരസ്യം ബറാക്ക് ഒബാമ ഇങ്ങനെ പറയുന്ന കാലഘട്ടത്തിൽ അമേരിക്കയിലെ വിവാഹ പരസ്യം എന്താണെന്നറിയോ? ഒരു പെൺകുട്ടി പരസ്യം കൊടുത്തത് ഇങ്ങനെയാണ്: എനിക്കിപ്പോൾ ഒരു ജപ്പാൻ കുട്ടിയുണ്ട്, ഒരു ജർമ്മൻ കുട്ടിയുണ്ട്, ഇനി എനിക്കൊരു സ്വിറ്റ്സർലാൻഡ് കുട്ടിയെ വേണം, താഴെ ഉള്ള നമ്പറിൽ വിളിക്കുക. ഇത് അമേരിക്കയിലെ ഒരു വിവാഹ പരസ്യത്തിന്റെ ഒരു മോഡലാണ്. നമ്മൾ അമേരിക്കയിലൊക്കെ വ്യാപകമായുള്ള ഒരു സാധനമാണ് ചൈൽഡ് ഡിസൈനിങ് സെന്റർ. എന്താ ചൈൽഡ് ഡിസൈനിങ് സെന്റർ? നമ്മുടെ നാട്ടിലെ ഫാഷൻ ഡിസൈനിങ് സെന്ററിനെ ആലോചിക്കുക. ടൈലർ ഷോപ്പിനെ കുറിച്ച് നമ്മൾ ചുരിദാർ അടിക്കാൻ പോയാൽ, കുപ്പായ അടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയില്ലേ, സൈഡ് ഓപ്പൺ, ഇങ്ങനെ നക്ക് ഇങ്ങനെ, കൈ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ടൈലർ ഇങ്ങനെ എഴുതി വെക്കും. അതേപോലെ അമേരിക്കയിൽ ചൈൽഡ് ഡിസൈനിങ് സെന്ററിൽ കുട്ടീനെ ഓർഡർ ചെയ്യണം, കുട്ടികളെ ഓർഡർ ചെയ്യണം. അവിടെ ഓർഡർ ചെയ്യുന്ന കഴിഞ്ഞാൽ പൂച്ചക്കണ്ണ്, നല്ല ഇങ്ങനെ വെളുവെളുപ്പുള്ള കവിളുകൾ, ഇതൊക്കെ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് കൊടുക്കും. ആ ഡേറ്റിന് ചെന്ന് കഴിഞ്ഞാൽ ഒരു ക്യാരി ബാഗിൽ കുട്ടീനെ കൊടുക്കും. അമേരിക്കയിലെ നഴ്സറി സ്കൂളിൽ ഫസ്റ്റ് ഡേ ചെന്നിട്ട് കുട്ടി സെൽഫ് ഇൻട്രഡക്ഷൻ നടത്തി. കുട്ടിയുടെ പേര് പറഞ്ഞു. പേര് പറഞ്ഞതിന് ശേഷം സാറ് ചോദിച്ചു, വാട്ട് ഈസ് യുവർ മോം ആൻഡ് ഡാഡ്? കുട്ടിയുടെ അച്ഛന്റെ പേരും അമ്മന്റെ പേരെന്താണ്? നമ്മൾ സാധാരണ നമ്മളെ പേര് പറയുക വാപ്പാന്റെ ഇമ്മാന്റെ പേര് പറയും. വാപ്പാന്റെ ഇമ്മാന്റെ പേര് പറയാത്തതുകൊണ്ട് മാഷ് ചോദിച്ചതാണ്. അപ്പൊ കുട്ടിക്ക് കിട്ടുന്നില്ല. കുട്ടി ഇങ്ങനെ തല ചൊറിഞ്ഞാണ്. എന്നിട്ട് സാറിനോട് ചോദിക്കുകയാണ്, സാറേ ഒരു ക്ലൂ തരുമോന്ന്? അച്ഛന്റെയും അമ്മയുടെയും പേര് ചോദിച്ചപ്പോൾ ഒരു ക്ലൂ തരുമോന്ന്. എന്താ അമേരിക്കയുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തയും തള്ളയും ഇല്ലാത്ത സമൂഹം, ഓപ്പൺ സെക്സ് സൊസൈറ്റിയാ. ഞങ്ങൾക്ക് എന്തിനാണ് കല്യാണം, ഞങ്ങൾക്ക് എന്തിനാണ് വിവാഹം, ഏകപത്നി വ്രതം ഞങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ എന്ന് പറഞ്ഞ് മതത്തെയും ദൈവത്തെയും ഇസ്ലാമിനെയും പ്രവാചകനെയും വെല്ലുവിളിച്ച പാശ്ചാത്യൻ സമൂഹത്തിന് ഉദാര ലൈംഗികതയുടെ സന്തതികളായി, തന്തയില്ലാത്ത മക്കളുടെ സമൂഹമായി അവർ മാറിയപ്പോ അമേരിക്കയുടെ പ്രസിഡന്റ് ബറാക്ക് ഹുസൈൻ ഒബാമക്ക് പറയേണ്ടി വന്നു, ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റായാൽ അമേരിക്കയിലെ കുട്ടികൾക്ക് വാപ്പ എന്ന് വിളിക്കാൻ, അമ്മേ എന്ന് വിളിക്കാൻ തന്തയും തള്ളയും ഉണ്ടാക്കി കൊടുക്കുമെന്ന് ബറാക്ക് ഒബാമക്ക് പറയേണ്ടി വരുന്നു. സോവിയറ്റ് റഷ്യയുടെ കഥ ഇതിനേക്കാൾ ഭീകരമാണ്. എന്താണ് കമ്മ്യൂണിസത്തിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പം? EMS ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഇസ്ലാമിക ശരീഅത്തിന്റെ വിവാദത്തിൽ EMS ഉണ്ടായിരുന്നു. ഇസ്ലാമിക ശരീഅത്ത് നമ്മൾ കാലമേറെ കാത്തു സൂക്ഷിച്ച ഈ സംവാദമാണ്. ആ സംവാദം പുതിയ കാലത്തിൽ വന്നതാണ്. ലോക തലത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യനായ ഏലമനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇസ്ലാമിക ശരീഅത്തിന് വെല്ലുവിളിച്ചപ്പോ, ഞങ്ങളൊക്കെ അന്ന് MSFന്റെ ചെറിയ മക്കളാണ്, നമുക്ക് ഓർമ്മയിലുള്ള കാര്യമാണ്. അന്ന് ഇവിടെയുള്ള നേതാക്കൾ, പാറക്കലും MP ഇവിടെയുള്ള പാർട്ടി നേതാക്കൾക്കൊക്കെ അറിയാം. അവരുടെ ചെറുപ്പകാലത്ത് ഏലമനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇസ്ലാമിക ശരീഅത്തിനെ വെല്ലുവിളിച്ചപ്പോ കേരളത്തിന്റെ മണ്ണിൽ EMSനെ പ്രതിരോധിക്കുകയും EMSന്റെ മൂക്കുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് അറിയില്ല എന്ന് ക്ഷാവരപ്പിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഈ മണ്ണിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കാലത്ത് ഈ സംവാദത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഒരുക്കമാണ്. എന്തൊക്കെ പോരാട്ടം? പാർലമെന്റിന്റെ അകത്ത് നിയമപരമായ പോരാട്ടം, തെരുവിൽ പ്രക്ഷോഭങ്ങളുടെ പോരാട്ടം, സ്റ്റേജിലും പേജിലും ബുദ്ധിപരമായ പോരാട്ടം. ഈ 3 അർത്ഥത്തിൽ ശരീഅത്തിനെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗ് പ്രതിജ്ഞാബദ്ധമാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ആശയപരമായ പ്രതിരോധമാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് പറയും, ഹിന്ദുവിന്റെ വിവാഹം പറയും, ക്രിസ്ത്യാനിന്റെ വിവാഹം പറയും, കമ്മ്യൂണിസ്റ്റുകാരന്റെ വിവാഹം പറയും, നമുക്ക് നമ്മളെ വിവാഹം പറയാം. അങ്ങനെ ഒരു ചർച്ച നടക്കട്ടെ. എന്താ വിവാഹം? കമ്മ്യൂണിസ്റ്റുകാരന്റെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പെണ്ണിനെ ഇഷ്ടമുള്ളയിടത്ത് കാണുകയും ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്പെട്ട് കെട്ടുകയും ഇഷ്ടമുണ്ടാകുമ്പോൾ നീ പൊയ്ക്കോന്ന് പറയുകയും ചെയ്യുന്ന ഏർപ്പാടാണോ എന്റെ കല്യാണം? അതാണോ ഇസ്ലാമിന്റെ കല്യാണം?
വളരെ ലളിതമാണ്. ഇസ്ലാമിക വിവാഹം വളരെ ലളിതമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി വിശ്വാസികളെ പഠിപ്പിച്ച പാഠമാണ്. തുൻകഹുൽ മർഅത്തു ലിഅർബഇ, 4 കാര്യങ്ങൾക്കാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. ലിമാലിഹ വലി ജമാലിയ വലി അസബിയ വലി ദീനിഹ, ദീനിന് വേണ്ടി, സൗന്ദര്യത്തിന് വേണ്ടി, തറവാടിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫൽഫർ ബിദാത്തിദ്ദീൻ, ബുദ്ധിയുള്ളവരെ നിങ്ങൾ ദീനിൽ ഊന്നൽ കൊടുക്കണം. തറവാട്ടിത്തന്റെ ശാഠ്യത്തിനല്ല, സൗന്ദര്യത്തിന്റെ തിളക്കത്തിനല്ല, സമ്പാദ്യത്തിന്റെ മിടുക്കിനല്ല. പിന്നെയോ നിങ്ങൾ കൊടുക്കേണ്ടുന്ന പ്രാധാന്യം ദീനിനാണ്. ഒരു പെൺകുട്ടിയുടെ സൽസ്വഭാവത്തിനാണ്, ആ പെൺകുട്ടിയുടെ സൽവൃത്തമായ ജീവിതത്തിനാണ്. അവളുടെ സൗന്ദര്യം നിന്നെ തുണച്ചില്ലെന്ന് വന്നേക്കാം, അവളുടെ കയ്യിലുള്ള വാപ്പയുടെ പണം നിനക്ക് സഹായമായില്ലെന്ന് വന്നേക്കാം, അവളുടെ തറവാടിത്തത്തിന്റെ ഗരിമ നിനക്ക് സഹായമായില്ലെന്ന് വന്നേക്കാം. പക്ഷേ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സുഖത്തിന്റെ കൂടെ ദുഃഖത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ ഈ പെൺകുട്ടി ജീവിച്ചു തുടങ്ങുമ്പോ അവളുടെ ജീവിതത്തിന്റെ ചര്യയാണ്, അവളുടെ സൽസ്വഭാവമാണ്, വൃത്തിയുള്ള പെരുമാറ്റമാണ് നിന്റെ ജീവിതത്തിന് തുണയുണ്ടാവുക എന്നത് പ്രവാചകന്റെ മാത്രം പാടാ. കുടുംബ ശൈഥില്യത്തിന്റെ കാലല്ലേ, നമ്മളെ നാട്ടിലൊക്കെ ഫാമിലി കൗൺസിലിംഗ് സെന്റർ അല്ലേ, ഭാര്യയും ഭർത്താവും എല്ലാം നോക്കിയതാണ്. ബാപ്പാന്റെ അമ്മോശാങ്കാന്റെ തറവാട് നോക്കി, മൂത്താപ്പാന്റെ 4 മൂത്താപ്പ. ഈ പെൺകെട്ടേരൊക്കെ വിവാഹം പറയുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, കുട്ടിനെ മാത്രം പറ്റി പറയില്ല, ചെക്കനെ മാത്രം പറ്റി പറയില്ല, ബാക്കിയൊക്കെ പറയും. എളാപ്പാനെ പറ്റി പറയും, മൂത്താപ്പാനെ പറ്റി പറയും, അമ്മായി കാക്കാനെ പറ്റി പറയും. നാട്ടിലെ ഏതോ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഓന്റെ അമ്മായി കാക്ക കല്യാണം കഴിച്ച അമ്മായിന്റെ അയൽവാസിന്റെ നാത്തൂന്റെതാണ്. പെണ്ണും ചെക്കനും ചർച്ചയിലില്ല, അതല്ലാത്തൊക്കെ പറയും. അങ്ങനെ വിവാഹം കഴിച്ചു. ഇപ്പൊ എന്താ സ്ഥിതി? മനോരോഗിയായ ഭർത്താവ്, സംശയരോഗിയായ ഭർത്താവ് ഭാര്യക്ക് ഫോൺ വിളിച്ചു. ഹലോ, എവിടെ ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലാന്ന് പറഞ്ഞു. ഉറപ്പാണെന്ന് ചോദിച്ചു. ഓ ഉറപ്പാണ്. എന്നാ ഞാൻ മിക്സി ഒന്ന് ഓണാക്കുന്ന മൊബൈൽ വെച്ചിട്ട് മിക്സി ഓണാക്കി കൊടുത്തു. ഓ സന്തോഷായി, വീട്ടിലുണ്ട്. തന്നെ കണ്ണ് വെട്ടിച്ച് ചാടിപ്പോണുണ്ടോന്നാണ് ഈ ഈ സംശയരോഗിയായ ഭർത്താവ് പരിശോധിക്കും. അടുത്ത ദിവസം ഫോൺ വിളിച്ചതാണ്. ഹലോ, എവിടെ ഉള്ളത്? ഞാൻ വീട്ടിലിതാ. എന്നാ ഞാൻ മിക്സി ഒന്ന് ഓണാക്കിക്ക. മിക്സി ഓണാക്കി ഫോൺ വെച്ചെടുത്തു. ഓ വീട്ടിലുണ്ട്. നെക്സ്റ്റ് ഡേ വീണ്ടും സംശയരോഗിയായ ഭർത്താവ് ഉറപ്പിക്കാൻ വേണ്ടി മിന്നൽ പര്യടനത്തിന് വീട്ടിൽ വന്നു. കൊലായിലിരിക്കുന്ന മോനോട് ചോദിച്ചു, മോനെ മമ്മി എവിടാന്ന് ചോദിച്ചു. മമ്മി അറിയില്ല, എന്നും പോണമാതിരി ഇവിടുന്ന് മിക്സി എടുത്ത് എടുക്കോ പോയിക്കണം എന്ന് പറഞ്ഞു. അല്ലെ, കുടുംബ ശൈഥില്യം. അതിനാരെയാ കുറ്റം പറയേണ്ടത്? മതത്തിന്റെ മെക്കെട്ട് കയറാണോ വേണ്ടത്? മതത്തിന്റെ മെക്കെട്ട് കയറാണോ വേണ്ടത്? ഇസ്ലാമിന്റെ നിക്കാഹിനെ പരിഹസിക്കുന്നവരെ, കുടുംബ ജീവിതത്തെ പരിഹസിക്കുന്നവരെ, സ്ത്രീയോടുള്ള സമീപനത്തെ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ നിലപാടിനെ പരിശോധിക്കുന്നവരെ, നിങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കണം. സൽമാൻ റുഷ്ദിയുടെ സാറ്റാനിക് വേഴ്സസിൽ നിന്നല്ല, തസ്ലീമ നസ്രീന്റെ ലജ്ജയിൽ നിന്നല്ല, ഹബീബ് ചന്നമംഗലൂരിന്റെ ലേഖനത്തിൽ നിന്നല്ല, KEN കുഞ്ഞമ്മദിന്റെ പ്രഭാഷണത്തിൽ നിന്നല്ല, ബുഖാരി മുസ്ലിമിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന്, ഇസ്ലാമിന്റെ താരീഖിൽ നിന്ന് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ചരിത്രം പഠിക്കുക. പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണടക്കാൻ പോവുകയാണ്. തന്റെ ജീവിതത്തിന്റെ അന്ത്യപ്രഭാഷണത്തിന് വേണ്ടി പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഖുതുബത്തുൽ വിദാ എന്ന് പറഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ അവസാനത്തെ പ്രസംഗം മാത്രമല്ല, 1.25 ലക്ഷത്തോളം വരുന്ന അംബിയ മുർസലിങ്ങളുടെ നുബുവത്തിന്, റിസാലത്തിന് ഖതമു സംഭവിക്കാൻ പോവുകയാണ്. ഖതമുൻ നുബുവത്തിന്റെ സന്ദർഭമാണ്, ഖതമുർ റിസാലത്തിന്റെ സന്ദർഭമാണ്. ഇനി ഈ ചുണ്ടുകൾ അടച്ചു വെച്ചാൽ ആകാശത്തിന് താഴെ ഒരു പ്രവാചകന്റെ വചനങ്ങൾ കേൾക്കാൻ സാധിക്കില്ല. ലക്ഷോപലക്ഷം വരുന്ന അനുയായികൾ കാതുകുറിപ്പിച്ചു നിൽക്കുകയാണ്. അവിടുത്തെ ചുണ്ടുകളിൽ നിന്ന് അടർന്നു വീഴുന്ന അക്ഷരങ്ങൾക്ക് വേണ്ടി അനുയായികൾ സാഗൂതം ശ്രദ്ധിക്കുകയാണ്. പ്രവാചകൻ തന്റെ ഉജ്ജ്വലമായ പ്രസംഗം നിർവഹിച്ചു. അവസാനത്തെ വാക്ക് പറഞ്ഞു, ഖിയാറുക്കും ലിഅഹ്ലിക്കും. ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യ സന്തതികളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങളിൽ ഏറ്റവും സംസ്കാര സമ്പന്നരെന്ന് പറയുന്നത് നിങ്ങളുടെ സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവരാണ്. നിങ്ങളിലെ സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നവരാണ് നിങ്ങളിലെ ഏറ്റവും നല്ല മനുഷ്യരെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആ പ്രവാചകന്റെ ദർശനം, നിക്കാഹ് എന്ന വാക്ക് തന്നെ തനാക്കഹത്തുൽ അഷ്ജാർ എന്ന അറബി ഭാഷയിൽ നിന്നാണ്. തനാക്കഹത്തുൽ അഷ്ജാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മരങ്ങൾ പരസ്പരം കെട്ടിപ്പിണർന്നു നിന്ന് ഏതിന്റെ ചില്ലയാണ്, മരത്തിന്റെ ചില്ലയാണ് ഇതെന്ന് അറിയാത്തവണ്ണം 2 വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ ചേർന്ന് നിൽക്കുന്നതിന് അറബി ഭാഷയിലുള്ള പ്രയോഗമാണ് തനാക്കഹത്തുൽ അഷ്ജാർ. ആ പദത്തിൽ നിന്നാണ് നിക്കാഹ് ഉണ്ടായത്. എന്താണ് നിക്കാഹിനെ കുറിച്ച് ഇസ്ലാം പറഞ്ഞത്? മീസാഖൻ ഖലീല. നീ നിന്റെ ഭാര്യയോട് ഉണ്ടാക്കുന്ന എഗ്രിമെന്റ് ഉണ്ടല്ലോ, അതൊരു ജെന്റിൽമാൻ അഗ്രിമെന്റ് ആണ്. പെണ്ണെ, നിന്റെ ഭർത്താവിനോടുള്ള ബന്ധം, ചെറുപ്പക്കാരാ നിന്റെ പെണ്ണിനോടുള്ള ബന്ധം, ജീവിതത്തിലെ സ്വപ്നത്തെ കൊണ്ടു നടക്കേണ്ട തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി,
സങ്കടത്തിൽ കൂട്ടുനിൽക്കേണ്ട നിന്റെ പ്രിയപ്പെട്ട പ്രണയിനി, അവളോട് നിനക്കുള്ള ബന്ധം എന്താണ്? മീസാഖൻ ഖലീദ. 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ് റസൂലുള്ളാഹ് ലോകത്തെ പഠിപ്പിക്കുകയാണ്. ജെന്റിൽമാൻ അഗ്രിമെന്റ് ആണ്, മാന്യമായ കരാറാണ്. മാന്യമായ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെന്റ് പിരിയാം. എവിടെയാണ് ഈ മുത്തലാഖൊക്കെ സംഭവിക്കുന്നത്? ഒരു ഭാര്യയെ ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഭാര്യയുടെ ആത്മഹത്യക്ക് വേണ്ടി കാത്തു നിൽക്കണ്ട. ഭാര്യ ആത്മഹത്യ ചെയ്തിട്ട് ഒരുത്തൻ ചെന്നിട്ട് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്, എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. അയാൾ ഇങ്ങനെ നോക്കുകയാണ് കൗണ്ടറിൽ ഇരുന്നിട്ട്. വീണ്ടും പറഞ്ഞ് എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. അയാൾ മൈൻഡാക്കണില്ല. പിന്നെയും പറഞ്ഞ് എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. അവസാനം അയാൾ കൗണ്ടർ എന്ന് പറഞ്ഞു, ഇടോ ഇത് റെയിൽവേ സ്റ്റേഷനാണ് എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഭർത്താവ് പറഞ്ഞാണ് ഞാൻ സന്തോഷം കൊണ്ട് മറന്നുപോയതാണ് പോലീസ് സ്റ്റേഷനിൽ എന്നുള്ളത്. അങ്ങനെ ഭർത്താവിന്റെ ഭാര്യയുടെ ആത്മഹത്യക്ക് വേണ്ടി ജീവിതം താളം പിഴച്ചു പോയാൽ ഫാനിന്റെ കൂടെയുള്ള ഹൂക്കിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുന്ന പെൺകുട്ടികളെ, നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കണ്ട. അടുക്കളയിൽ കയറി സ്റ്റൗ പൊട്ടിത്തെറിക്കുന്നതല്ല, സ്റ്റൗ പൊട്ടിത്തെറിപ്പിക്കുന്നതാണ്. അങ്ങനെ സ്റ്റൗ പൊട്ടിത്തെറിപ്പിച്ച് നിങ്ങളുടെ ജീവിതം ഉടച്ചു കളയണ്ട. പ്രവാചകൻ പറഞ്ഞു, ഒരു പെണ്ണിന് പിരിയാം, ഖുൽഉ ചൊല്ലി പിരിയാം, ഒരാണിന് പിരിയാം, തലാഖ് ചൊല്ലി പിരിയാം. അത് ഇസ്ലാം കൊടുക്കുന്ന അനുവാദമാണ്, ഇസ്ലാം കൊടുക്കുന്ന ആനുകൂല്യമാണ്. ആ ആനുകൂല്യത്തെ ദുരുപയോഗം ചെയ്യുന്നുവെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് സമുദായമാണ്, ആളുകളാണ്. ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ നിയമം മൂലം ഇതൊക്കെ നിരോധിക്കാൻ പറ്റും. ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്ന് പറഞ്ഞോടത്ത് തന്നെ മൂത്രം ഒഴിക്കാനല്ലേ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യം. ഞാൻ ഈ പള്ളിയിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ മൂത്രത്തിൽ തുപ്പരുത് എന്നതിന്റെ തൂ മാറ്റി വെക്കും, എന്നിട്ട് തപ്പരുത് നോക്കി വെക്കും. അതൊക്കെ ഒരു മനോരോഗാണ്. റെയിൽവേ സ്റ്റേഷനിലെ ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞാൽ, ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ, ട്രെയിനിലെ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും നല്ല ലിറ്ററേച്ചർ അവിടെയാണല്ലോ ഉണ്ടാവുക. മുത്തുച്ചിപ്പിയിലുള്ളതിനേക്കാൾ ഏറ്റവും വലിയ അശ്ലീലം ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിലെ ടോയ്ലറ്റിൽ ഉണ്ടാവും. മോഡി പറയോ നമുക്ക് ടോയ്ലറ്റ് നിരോധിക്കാം എന്ന്? അങ്ങനെ പറയരുതല്ലോ. ആ ദുരുപയോഗത്തെ തടയുകയാണ് വേണ്ടത്. മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെ കഷ്ടപ്പെടുന്നുവെങ്കിൽ ആ കഷ്ടപ്പാടിനെ തടുക്കുകയാണ് വേണ്ടത്. ശരീഅത്തിനെ തകർക്കാൻ മുത്തലാഖിന്റെ ഇരകോർക്കുമ്പോ നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ പറയുന്നത് അതിന്റെ പേരിൽ പെണ്ണ് കഷ്ടപ്പെടുന്നു എന്നാണ്, പെൺകുട്ടികൾ കഷ്ടപ്പെടുന്നു എന്നാണ്. ഇസ്ലാം പെണ്ണിന് കൊടുക്കുന്ന സ്ഥാനം പഠിക്കുമ്പോ വിവാഹമൂല്യം ചർച്ച ചെയ്യേണ്ടി വരും. ലോകത്തൊരു മതവും വിവാഹമൂല്യം കൊടുക്കുന്നില്ല. കല്യാണം കഴിക്കുന്ന സമയത്ത് പെൺകുട്ടിക്ക് മഹർ കൊടുക്കാൻ ഒരു ഹിന്ദു യുവാവ് ബാധ്യസ്ഥനല്ല, ഒരു ക്രിസ്ത്യൻ യുവാവ് ബാധ്യസ്ഥനല്ല. ഇതൊക്കെ മതങ്ങളാണ്. മതത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഡിവൈഎഫ്ഐക്കാരോട് ചോദിക്ക്. പോലെ സമ്മേളനത്തിലുണ്ടല്ലോ, സൂറാബി സുരേഷിനെ കല്യാണം കഴിക്കും, ഇൻഖിലാബ് സിന്ദാബാദ് അല്ലേ? പിന്നെയോ റസാഖ് ലക്ഷ്മിയെ കല്യാണം കഴിക്കും, മതേതര വിവാഹം. KN കുഞ്ഞമ്മദ് കല്യാണം കഴിച്ചിരിക്കുന്ന ലക്ഷ്മി അമ്മാളിനെയാണ്. മുപ്പര മക്കളെ പേരൊക്കെ ഫ്രുട്ടിനോ ഫുട്ടിനോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇത് ഏതാ ജാതി തന്നെ തിരിയില്ല. ഏതോ മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ അവിടുത്തെ അഷറഫുൽ മുബശ്ശിരീങ്ങളുടെ പേരൊക്കെയാണ് ഇവര് സ്വന്തം മക്കൾക്ക് ഇട്ടിട്ടുള്ളത്. ഇവര് കല്യാണം കഴിച്ചപ്പോ ഈ വിവാഹമൂല്യം കൊടുത്തിരുന്നോ? പെണ്ണിന് കൊടുക്കുന്ന വിവാഹമൂല്യം ഒരു കാരണവശാലും തിരിച്ചു കൊടുക്കേണ്ടതല്ല. അവളെ ഒഴിവാക്കുമ്പോ അറേബ്യൻ നാടുകളിൽ, ഇവിടെ പാറക്കലൊക്കെ ഉണ്ട്, അവരൊക്കെ ആ സാമൂഹ്യ ജീവിതത്തെ അടുത്ത് കണ്ടവരാണ്. അറേബ്യൻ നാട്ടില് ഒരു ചെറുപ്പക്കാരൻ ഒരു പുതിയാപ്പളിയും പുതിയനും കൂടി ഉടക്കി കഴിഞ്ഞാൽ ഓൾ ഉടനെ പറയും ഞാൻ എന്റെ വീട്ടിക്ക് പോകണം. എന്താ കാര്യം? ഓള് പോയി കഴിഞ്ഞാൽ വിവരറിയും. ജീവിതം മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യമാണ് മഹറായിട്ട് ഈ പെൺകുട്ടി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തിരിച്ചു കൊടുക്കേണ്ടാത്ത മുതലാണ്. അങ്ങനെ വിവാഹമൂല്യമുണ്ടോ? മതേതര കല്യാണങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ നടത്തുന്ന മാർക്സിസ്റ്റ് കല്യാണങ്ങളിൽ വിവാഹമൂല്യമുണ്ടോ? വിവാഹമൂല്യമുള്ള ലോകത്തിലെ ഒരു ദർശനമേ ഉള്ളൂ, ഒരു പ്രവാചകൻ മാത്രമേ അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അത് ലോകത്തിലെ കോടാനുകോടി വരുന്ന മുസ്ലിം സഹോദരന്മാരുടെ ഇഷ്ടപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ് വിവാഹമൂല്യത്തെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ പെണ്ണിനെ എല്ലാ അർത്ഥത്തിലും പരിഗണിച്ച വിശ്വാസ സംഹിതയുടെ മക്കട്ട് കറയുകയാണ്. ശരീഅത്തിന്റെ വിവാദത്തിന്റെ ചർച്ചയെ വീണ്ടും കൊണ്ടുവരികയാണ്. പിന്നെ സ്ത്രീധനത്തിന്റെ പേരിലാണ്. അത് ഇസ്ലാം മറുപടി പറയേണ്ടതല്ല. 100 പവൻ സ്വർണം കിട്ടാൻ വേണ്ടി 10 പവൻ മഹർ കൊടുക്കുന്ന ഏർപ്പാട് സമുദായം ഉണ്ടാക്കിയതാണ്. അതിന് മറുപടി പറയേണ്ടത് സമുദായമാണ്. നമ്മുടെ മഹല്ലുകളിലും വിവാഹത്തിലും നടക്കുന്ന തോന്നിവാസങ്ങളില്ലേ? നിശ്ചയത്തിന്റെ നിശ്ചയം. ഇപ്പൊ കുറെയൊക്കെ പോയിക്കണം. ഞങ്ങളെ നാട്ടിലൊക്കെ കല്യാണം നടക്കണമെന്ന് രാവിലെ ഒരു നിശ്ചയം ഉണ്ടാവും. കാരണം അവർ ചോദിക്കുന്ന അന്നെ ആക്കല്ലേ, ആക്കുക എന്ന് പറയും. കണ്ണൂരിലുണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടെ പിന്നെ പുയ്യാപ്പള സൽക്കാരം കുറെ വേറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഓരോ നാട്ടിലെ വിഷയങ്ങളാണ്. ചട്ടിപ്പത്തിരി അട്ടിപ്പത്തിരിയും കണ്ണൂർക്കാരെ മാത്രം പ്രശ്നമാണല്ലോ, ഇസ്ലാമിന്റെ പ്രശ്നമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മലപ്പുറത്തുണ്ടാവൂലേ അല്ലേ? അവിടുത്തെ നൈസ് പത്തിരിയും ഇസ്ലാമിന്റെ പത്തിരിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് വേറെ ജില്ലയിൽ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഓരോ പ്രദേശത്തിന്റെയും പ്രാദേശികമായ പ്രശ്നങ്ങളാണ്. ഞാൻ ഒന്നുകൂടി പറയും, അത് ചിലപ്പം മതേതര സമൂഹത്തിൽ അതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കും. ഞാൻ ഒന്നും കൂടി കൂട്ടി പറയും.
ഈ ഹിന്ദുത്വവാദികൾ ഇസ്ലാമിന്റെ നെഞ്ചത്ത് കയറുമ്പോ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, അതൊരു പൊതുസമൂഹത്തിൽ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് പതുക്കെ പറയാം. എന്താണ് സംഭവം? മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസ വിവാഹ കാര്യങ്ങളിൽ എന്തെങ്കിലും അനാചാരങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ പ്രതി ഇസ്ലാമല്ല, അതിൽ പ്രതി ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ആചാരങ്ങൾ ചേർന്നതാണ്. ഭാര്യ എന്ന പദം പോലും ഇസ്ലാമിലില്ല, ഭർത്താവ് എന്ന പദവും ഇസ്ലാമിലില്ല. വിശുദ്ധ ഇണകളാണ്. ഭാര്യ എന്ന ഭരിക്കുന്നവളാണ്, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവളാണ്. ഭരിക്കുന്നവനില്ല ഇസ്ലാമിൽ, ഭരിക്കപ്പെടുന്നവളില്ല ഇസ്ലാമിൽ. നിങ്ങൾ പരസ്പരം സൗഹൃദത്തോടെ സൗമനസ്യത്തോടെ പോകേണ്ടവളാണ്. പെണ്ണിന് അവകാശമുണ്ട്. നിന്റെ മകൻക്ക് മുലയൂട്ടുന്ന പെൺകുട്ടി മുലപ്പാലിന് പണം ചോദിച്ചാൽ കൊടുക്കണം എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരിയുടെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പുതിയ കാലത്ത് പറയേണ്ടി വരും. മുലയൂട്ടുന്ന പെണ്ണ് പണം ചോദിച്ചാൽ ആ പണം ഭർത്താവ് കൊടുക്കണമെന്ന് ലോകത്തേതെങ്കിലും ഒരു വിപ്ലവകാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാൾ മാക്സ് അല്ല, അത് ചെഗുവേരയല്ല. 6-ാം നൂറ്റാണ്ടിലെ ആമിന ബീവിയുടെ അബ്ദുള്ളയുടെ മുത്തുമോൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ആ പ്രവാചകന്റെ പേരിലാണ് ഈ അപവാദങ്ങളൊക്കെ പറയുന്നത്. മുത്തലാഖിന്റെ പേരിൽ മൊഴി ചൊല്ലുന്നു. എന്നാ ശരി, ബാക്കി ചർച്ചയൊക്കെ നമ്മൾ വിടുക. കുടുംബം, വിവാഹം, സംവിധാനങ്ങളൊക്കെ നമ്മൾ വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മുത്തലാഖ് മൊഴി ചൊല്ലിയവരുടെ കണക്കെടുക്കുക. അങ്ങനെ ഒരു കണക്ക് ഞാൻ കേരളം മാത്രമാണ് പറയുന്നത്. ബാക്കി നിങ്ങൾ ആഗോളതലത്തിൽ നമുക്ക് സങ്കല്പിക്കാം. ദേശീയ തലത്തിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുത്തലാഖ് നടക്കുന്ന, മൊഴി ചൊല്ലിയിട്ട് പെണ്ണ് കഷ്ടപ്പെടുന്നതിന്റെ പേരിൽ ഒരു കണക്കെടുക്കാൻ വേണ്ടി ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയട്ടെ, അതിരകത്തെ മഹല്ല് ജമാഅത്തിലെ ഏതോ പെൺകുട്ടീനെ തെരഞ്ഞുങ്ങൾ വരണ്ട. മുത്തലാഖ് ചൊല്ലിയിട്ട് കഷ്ടപ്പെട്ട് കഴിയുന്ന പെണ്ണുങ്ങളെ ഒന്നിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, മലബാറിലെ മുസ്ലിം ഗല്ലികളിലേക്ക് നിങ്ങൾ ഒളിഞ്ഞു നോക്കണ്ട. ഈ എറണാകുളത്തെ മെട്രോപൊളിറ്റൻ പട്ടണത്തിൽ താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം നടക്കുമ്പോ വരുമോ ചാനലുകാരെ നിങ്ങളുടെ ക്യാമറയുമായി? എന്നിട്ട് നിങ്ങളൊന്ന് സൂം ചെയ്യുമോ? മഞ്ജു വാര്യരെ, ദിലീപ് ഏത് മുത്തലാഖിന്റെ പേരിലാണ് മഞ്ജു വാര്യരെ മൊഴി ചൊല്ലിയത്? ഇവിടുത്തെ മതേതര സമൂഹം ഒന്ന് വിശദീകരിക്കണം. നിങ്ങളൊന്ന് സൂം ചെയ്യുമോ? കാവ്യ മാധവനെ, നിഷാല് ഏത് മുത്തലാഖിന്റെ പേരിലാ മൊഴി ചൊല്ലിയത്? ഒരു പെൺകുട്ടിയെ വിവാഹമോചനത്തിന്റെ പേരിൽ ഇറക്കി വിടുമ്പോ അതിന്റെ കുഴപ്പം മുഴുവൻ മുഹമ്മദ് റസൂലുള്ളാഹിയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നവരെ, പുരോഗമനത്തിന്റെ നാട്യമുള്ള ഈ താരങ്ങളുണ്ടല്ലോ, അവർ ഇസ്ലാമുമായി ബന്ധമുള്ളവരല്ല. അമ്മയുടെ യോഗം നടക്കുമ്പോ അവിടെ ആരൊക്കെ വരും? അവിടെ ഉർവശി വരും, അവിടെ മനോജ് കെ ജയം വരും. ഞാൻ എഴുതി വെച്ചതാണ്. ഞാനിതിങ്ങനെ വളരെ കൂളായിട്ട് ഇങ്ങനെ പറയുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഈ ഉലുൽ അസ്മകളുടെ പേര് പറഞ്ഞ മാതിരി നിങ്ങളെ സിനിമാ നടന്മാരെ പേര് ലീഗ് യോഗത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എഴുതി വെച്ചാണ്. ഞങ്ങൾക്ക് തെളിവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ തരാം. മുകേഷും പിന്നെ പ്രിയദർശനും ലിസിയും 30 കൊല്ലം. അതൊന്നും ചാനലുകൾക്ക് വിഷയമല്ല. കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു അറബി വന്ന് കല്യാണം നടത്തി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മാധ്യമങ്ങൾ പറയാം? അറബി കല്യാണം. എന്തോ ഒരു കുഴപ്പം. അതേ വിദേശി എന്താ കല്യാണം? ആ കല്യാണത്തിന്റെ പ്രത്യേക ഒരു സ്വദേശിയെ വിദേശി കല്യാണം കഴിച്ചിരിക്കുന്നു. അത് ഭയങ്കര കുഴപ്പം. ആഗോള ഗൂഢാലോചനയാണ്. ഈ പുതിയാപ്പളുടെ പിന്നിൽ പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ഇറാനുണ്ട്, ഇറാഖുണ്ട്. ആരെഴുതിന്? ജന്മഭൂമി എഴുതി നമുക്ക് സമ്മതിക്കാം. മാതൃഭൂമി അല്ലേ? അവന്റെ നെറ്റിയില് സത്യം, സമത്വം, സ്വാതന്ത്ര്യം, മണ്ണാങ്കട്ടാന്ന് എഴുതി വെച്ചിട്ടാണ് ഈ തോന്നിയാസം സമുദായത്തിന്റെ നെഞ്ചത്ത്. അതേ ദിവസം അതേ പത്രത്തിൽ വേറെ വിവാഹം ഉണ്ടാവും. എവിടെയെന്നറിയോ? ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിൽ വെച്ചൊരു ജർമ്മൻ സായിപ്പ് അവിടുത്തെ ഒരു സിന്ധുമതിനെ കല്യാണം കഴിക്കും. അപ്പൊ ഇതേ മാതൃഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റിനെ വിട്ട് വെനീസിന്റെ നാട്ടിൽ നിന്ന് പ്രണയത്തിന്റെ മാലാക പറന്നു വന്ന് സിന്ധുവിന്റെ കഴുത്തിലേക്ക് ഇങ്ങനെ വീണു. അങ്ങനെ അവളെങ്ങനെ കൈപ്പിടിച്ചു, നിറപറയെ ചുറ്റി അവൾ ഇങ്ങനെ നടന്നു. സിന്ധുവിന്റെ കൈത്തലത്തിൽ തൊടുമ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ മുത്തം വെക്കുകയായിരുന്നു. ജർമ്മനിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധമായിരുന്നു. അങ്ങനെ മുത്തച്ഛന്മാർ തമ്മിലുള്ള ബന്ധമൊക്കെ പറയും അല്ലെ? പണ്ടേ അങ്ങനെയാണ്. മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ മലപ്പുറത്ത് കളക്ടറേറ്റ് പഠിക്കൽ ഒരു പടക്കം പൊട്ടി. അബ്ദുള്ള സാഹിബേ, എന്റെ മാതൃഭൂമി പറഞ്ഞറിയോ? ഉഗ്രസ്ഫോടനം. മലപ്പുറത്തെ പടക്കത്തിന് ഉഗ്രസ്ഫോടനമാണ്. അതേ പടക്കം കൊല്ലത്ത് പൊട്ടി. അതൊരു പാവം പടക്കം അല്ലെ? കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങി വന്ന ഒരു സൈതലവിയാക്ക മലപ്പുറത്തെ പോരുമ്പോ മോനോട് ചോദിച്ചു, മോനെ എന്താടാ കളിക്കാൻ വേണ്ടത്? ഓൻ ഈ മാൻഡ്രക്കിന്റെയും ഈ സ്പൈഡർമാന്റെ ഒക്കെ ഈ കാർട്ടൂണ് കണ്ട ഹരത്തിലായതുകൊണ്ട് ഓൻ പറഞ്ഞു ഒരു തോക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ തേനിലാവിനാ കരഞ്ഞിരുന്നത്, നമ്മളൊക്കെ പുളിയച്ചാറിനാ കരഞ്ഞിരുന്നത്. ഇപ്പൊ കിൻഡർ ജോയിയാണ്. 35 റുപ്യേന് ബേസിക് പൈസ. LKG പഠിക്കുന്ന കുട്ടിയുടെ മിഠായി വാങ്ങാനുള്ള ബേസിക് വേതനം എന്ന് പറയുന്ന 35 റുപ്യന്റെ കിൻഡർ ജോയിയാ. അതന്നെ മെയിലും ഫീമെയിലൊക്കെ എഡിഷൻ ഉണ്ട്.
അതുകൊണ്ട് കുട്ടി പറഞ്ഞു എനിക്ക് തോക്ക് വേണമെന്ന് പറഞ്ഞു. ഈ സൈദലി വ്യാക്ക ഒരു കളിത്തോക്ക് വാങ്ങിയിട്ട് ഡ്യൂട്ടി ഫ്രീന്റെ കവറിൽ ഇട്ടിട്ട് വന്ന് കരിപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങി. പിന്നെ സൈദലി വ്യാക്കയുടെ ഡ്യൂട്ടി ഫ്രീ കവർ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥന്മാരുടെ CCTV-യിലാണ്. അദ്ദേഹത്തെ അണ്ടർവെയർ അഴിച്ച് പരിശോധിച്ചു. ഈ കളിത്തോക്ക് അവർ പ്രഖ്യാപിച്ചു ഇത് ഇത് പാകിസ്ഥാന്റെ തോക്കാണ്. ഇതിന്റെ ഉണ്ട ഇസ്ലാമാബാദിൽ നിന്ന് ഉരുണ്ടുരുണ്ട് വന്നതാണ്. ഇതിന്റെ കാഞ്ചി ഇറാനിലെ ഭീകരവാദികൾ ഉണ്ടാക്കിയതാണ്. അതേസമയം ഒരു തോക്ക് നമ്മുടെ ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന്, എവിടെ, തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് നാരായണൻ നായരുടെ ഒരു തോക്ക് പിടിച്ചു. അത് വിമാനത്തിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള തോക്ക്, ഉണ്ടുള്ള തോക്ക്. എന്താ പത്തങ്ങൾ പറഞ്ഞ കാരണം ആ തോക്കിന് നാരായണൻ നായരെ തോക്കായതുകൊണ്ട് ആ തോക്കിന് ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞു പാവം തോക്കാണ്. തോക്ക് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണ് വെട്ടിച്ച് വിമാനത്തിലേക്ക് കടന്നു ചെന്നതാണ്, സ്വമേധയാ നടന്നു ചെന്നതാണ്. എയർപോർട്ട് എയർ ഹോസ്റ്റസ് പോലും കാണാതെ ഇങ്ങനെ നുഴഞ്ഞു കയറുകയായി. പാവം തോക്ക്. നാരായണൻ നായരോ മനോരോഗി, പാവം മനോരോഗിയായ മനുഷ്യൻ. അങ്ങനെ പത്രങ്ങൾ കണക്കെഴുതുകയാണ്. വിവാഹ ചർച്ചയൊക്കെ നടക്കുന്ന സമയത്താണ് കമൽ ഹാസൻ വന്നിട്ട് പത്രസമ്മേളനം നടത്തിയത്. ഞാനും ഗൗതമിയും ഞങ്ങള് മൊഴി ചൊല്ലുകയാണെന്നാ പറഞ്ഞത്. അന്ന് നമ്മളെ വൈകുന്നേരം ഏഷ്യാനെറ്റും നമ്മളെ ചാനലൊക്കെ ചർച്ച ചെയ്തറിയില്ല നിങ്ങള്. ഗൗതമിയും കമൽ ഹാസനും വഴിപിരിയുന്നു, പിന്മാറുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CTBT ആണവ നിരായുധീകരണ കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുന്നു എന്ന് പറയുന്ന പോലെ ഗൗതമിയുടെ ജീവിതത്തിൽ നിന്ന് കമൽ ഹാസൻ പിൻവാങ്ങുന്നു. അങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ പെരുപ്പിച്ചു കാണിക്കുകയും അവരുടെ വിശ്വാസധാരകളെയും അവരുടെ ജീവിതത്തിന്റെ സംവിധാനങ്ങളെയും അപമാനിച്ചു കാണിക്കുകയും അതേസമയം ഇതര മതവിഭാഗങ്ങളോട് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ BJP-യും RSS-ഉം മാത്രമാണ് എന്നല്ല പറഞ്ഞത്. ഇത്തരം ഇരട്ട മുഖം കാണിക്കുന്നതിൽ ഇരട്ട ചങ്കനായ പിണറായി വിജയനുമുണ്ട് എന്നുള്ളത് കേരളത്തിന്റെ പുതിയ വൃത്താന്തമാണ്. അതുകൊണ്ടാണ് വിശകല ടീച്ചർ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഹു ടീച്ച് എറർ, അവരും ടീച്ചറാണ്. ശശികല ടീച്ചറർ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ശശികല ടീച്ചറർ, ദോസ് ഹു ടീച്ച് എറർ. അബദ്ധങ്ങളും മന്ദബുദ്ധിത്തരങ്ങളും വിദ്വേഷങ്ങളും പഠിപ്പിക്കുന്ന ഈ ടീച്ചർ ഉണ്ടല്ലോ, ആ ടീച്ചർ തോന്നിയാസം പ്രസംഗിച്ചപ്പോ അതിനെതിരെ കേസില്ല. UAPA ശംസുദ്ദീന് മാത്രം കേസ് കൊടുത്ത ഒരേ ആള് കേസ് കൊടുക്കുന്നു. ചാർജ് ഷീറ്റ് തയ്യാറാക്കാൻ അവര് കൊടുക്കുന്ന പരാതിയും ഒന്നാണ്. പക്ഷേ കേസെടുക്കുന്ന സമയത്ത് പിണറായി വിജയൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഫാഷിസത്തിനെതിരെ പടപൊരുതുന്നു എന്ന് പറയുന്ന ഈ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണകൂടത്തിന്റെ തലവൻ വിവേചനം കാണിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമിക ശരീഅത്ത് എല്ലാത്തിനെയും തകർക്കാൻ രാജ്യത്തിലെ ഭരണകൂടം. ഞങ്ങളിത് പറഞ്ഞപ്പോ മുസ്ലിം ലീഗ് ഇത് ഉയർത്തിപ്പിടിക്കുന്ന കാലത്ത് എന്താ BJP പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞ മാതിരി ചെയ്താൽ മതി. എന്തൊക്കെയാണ് നിങ്ങളെ പറഞ്ഞ കൂടെ ഞങ്ങൾ നിൽക്കുകയാണെങ്കിലോ? എന്താ നിങ്ങളെ ചർച്ച? ദേശീയ തലത്തിൽ ഈ പുരോഗമനവാദികളുടെ ചർച്ച എന്താണ്? ആണും തമ്മിലുള്ള കല്യാണത്തെ പറ്റിയാണ്, പെണ്ണും തമ്മിലുള്ള കല്യാണത്തെ പറ്റിയാണ്. ലൈംഗിക തൊഴിലാളിക്ക് സെക്സ് വർക്കറുടെ കാർഡ് കൊടുക്കുന്നതിനെ പറ്റിയാണ് കേന്ദ്ര മന്ത്രിസഭ നിയമനിർമ്മാണത്തിന് പോണത്. അല്ലെ, ഞങ്ങൾക്ക് ഇതിലൊന്നും എതിർപ്പില്ല സുഹൃത്തെ. RSS-കാരാ അന്റെ പെങ്ങളെയും അയൽവാസിയെയും സെക്സ് വർക്കറുടെ കാർഡ് കൊടുത്തോ? ഞങ്ങളുടെ പെൺകുട്ടി മാന്യമായി ഹിജാബ് ധരിച്ച് തെരുവിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യയുടെ പാർലമെന്റിനകത്തും പുറത്തും ഞങ്ങൾ പോരാട്ടം നടത്തുന്നത്. എല്ലാരും കൂടി ഒരു മഹലിൽ എല്ലാരും കൂടി ഇസ്ലാമിക വിവാഹ പ്രകാരം കല്യാണം നടത്തുന്ന ഞമ്മക്കൊരു നിർബന്ധവുമില്ല. അതല്ലാത്തവനൊക്കെ ഓൻ നടത്തട്ടെ, ഓൻ ചെയ്യട്ടെ, അതൊക്കെ ഈ നാട്ടിൽ നടക്കട്ടെ. ഞങ്ങൾക്ക് അത് നടത്താൻ ആഗ്രഹിക്കുന്നവർ ഇസ്ലാമിന്റെ മാനദണ്ഡത്തിലും ശരീഅത്തിന്റെ മാർഗനിർദ്ദേശത്തിലും വിവാഹം നടത്തട്ടെ എന്നുള്ളത് ഈ രാജ്യത്ത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചിന്തയും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആലോചനയുമാണ്. അങ്ങനെ വലിയ പടായി പറഞ്ഞവരായിരുന്നു സോവിയറ്റ് റഷ്യ. കല്യാണം വേണ്ട, വിവാഹം വേണ്ട, ഒന്നും വേണ്ട. എന്തായി ലാസ്റ്റ് സോവിയറ്റ് റഷ്യ? നീണ്ട 70 വർഷക്കാലം കമ്മ്യൂണിസം ഭരിച്ച സോവിയറ്റ് റഷ്യയിൽ അർദ്ധരാത്രിയിൽ പെൺകുട്ടികൾ തെരുവിലിറങ്ങുമ്പോ തന്റെ കാൽമടമ്പിൽ ഒരു രാത്രിയുടെ വില എഴുതി വെച്ചിട്ടാണ് പെണ്ണുങ്ങൾ ഇറങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വലിയ വേശ്യകളുടെ നാടായി റഷ്യ മാറി, സോവിയറ്റ് റഷ്യ മാറി. ചാർട്ടർ ചെയ്ത വിമാനങ്ങളിൽ പഞ്ചനക്ഷത്ര വേശ്യാലയങ്ങളിലേക്ക് വേശ്യകളെ കൊണ്ടുപോകുന്ന രാജ്യമായി സോവിയറ്റ് റഷ്യ മാറി. അതായിരുന്നു അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത്. എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും അറേബ്യൻ നാടുകളൊക്കെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും പെണ്ണിനവിടെ ഭയങ്കര വിലയാണ്. ബിലാൽ ഇബ്നു റബാഹ്, സൽമാൻ അൽ ഫാരിസി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 അനുയായികൾ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, എന്നാണ് ഈ പീഡനം ഒന്ന് അവസാനിക്കുക? എന്നാണിതൊന്ന് അവസാനിപ്പിക്കുക? ഫെമിനിസ്റ്റുകളെ, പോസ്റ്റ് ഫെമിനിസത്തിന്റെ വക്താക്കളെ, സ്ത്രീവാദത്തിന്റെ കവയത്രികളെ, നിങ്ങൾ കേൾക്കുമോ മുഹമ്മദുർ റസൂലുള്ളാഹി?
പ്രവാചക തിരുമേനിയോട് വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്നാണ് ഈ പീഡനം ഒന്ന് അവസാനിക്കുക? തന്റെ ശരീരത്തിലെ ചോർന്നൊലിക്കുന്ന ചോരയെ ചൂണ്ടിക്കാണിച്ച്, പിന്നിച്ചിന്നിയ ശരീരത്തെ ചൂണ്ടിക്കാണിച്ച്, ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും കിങ്കരന്മാർ കാണിച്ച പീഡനങ്ങളെ ചൂണ്ടിക്കാണിച്ച് ബിലാൽ ഇബ്നു റബാഹ റസൂലുള്ളാഹിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. പ്രവാചകൻ മൗനിയായിട്ട് പറഞ്ഞു, യാ ബിലാൽ, സയ്യിദുനാ ബിലാൽ, കറുത്ത കാപ്പിരിയായ ബിലാൽ. ആ ബിലാലിനെ തന്റെ നേതാവാക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു, ബിലാലെ ലാ തഹ്സൻ, സങ്കടപ്പെടേണ്ട ബിലാലെ, വിഷമിക്കേണ്ട ബിലാലെ, ഒരു കാലം വരാനുണ്ട്. ഏതാണ് ആ കാലം? സൻആ മുതൽ ഹളർമൗത്ത് വരെ ഒരു പെൺകുട്ടിക്ക് സുരക്ഷിതമായി നടന്നു പോകാൻ പറ്റുന്ന ഒരു കാലമുണ്ട് ബിലാലെ. അന്ന് ഈ പീഡനങ്ങൾക്ക് അന്ത്യമുണ്ടാകും. ഒരു നാഗരികത, ഒരു രാഷ്ട്രം, ഒരു സമൂഹം, ഒരു സംസ്കാരം എവിടെയാണ് അതിന്റെ നിലനിൽപ്പിനെ അടയാളപ്പെടുത്തുന്നത്? ആ നാഗരികതയിൽ ഒരു പെണ്ണിന് അന്തസ്സുണ്ടോ? അത് തൂക്കി നോക്കിയാൽ ആ സമൂഹം എത്ര കണ്ട് പരിഷ്കൃതമാണ് എന്നറിയാം. ഏകപത്നി വ്രതം പറയുന്നവരൊക്കെ ആരാണ്? പെണ്ണിന് ഭാര്യ, ഒഫീഷ്യലി ഒരു ഭാര്യ ഉണ്ടാവുള്ളൂ, ഒറ്റ ഭാര്യ. ബാക്കി അന്വേഷിച്ചപ്പോൾ ഏറ്റവും വലിയ പുരോഗമനവാദികളാണ് അമേരിക്ക. ഇസ്ലാമിനെ മര്യാദ പഠിപ്പിക്കുകയും ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളെ സംസ്കാരം പഠിപ്പിക്കുകയും ചെയ്യുന്ന അമേരിക്കയിൽ ഏറ്റവും അവസാനം ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവരുടെ കിടപ്പറ രഹസ്യങ്ങൾ നമ്മൾ കേട്ടു.